ശ്രദ്ധിക്കുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ കൺസെപ്റ്റ് മൊത്തത്തിൽ ചാപ്റ്റർ ഒന്ന് എന്ത് ചെയ്യാം, ആദ്യം ഓവറോൾ ഒന്ന് റിവൈസ് ചെയ്യാം, അതിന് ശേഷം ബാക്കിയിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഇലക്ട്രോ കെമിസ്ട്രി എന്താണ് അല്ലെ, വേഗം എന്ന് പറഞ്ഞു പോവാം. എന്താ ഇലക്ട്രോ കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെയാണ്, കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി അല്ലെ. അതിനുശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു, രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് അല്ലെ. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇലക്ട്രിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, കെമിക്കൽ എനർജി ആയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിലാണ് വരുന്നത്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ, കെമിക്കൽ എനർജി എന്താക്കിയിട്ട് മാറ്റുന്ന കാര്യമാണ്, ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ. എന്തായിരുന്നു ഇലക്ട്രോ കെമിക്കൽ സെല്ല്? Electrochemical cell is the device that is used to convert chemical energy into electrical energy. ഇതാണ് എന്ത്, ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനിയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയും. പിന്നീട് അതിന് ശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു, ഗാൽവനിക് സെൽ അല്ലെ. ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രോകെമിക്കൽ സെൽ ആയിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു എന്ത്, ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്, ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് അല്ലെ. ഒരു ആനോഡിന്റെ സെക്ഷൻ ഉണ്ട്, ഒരു കാഥോഡിന്റെ സെക്ഷൻ ഉണ്ട്. കാഥോഡിന്റെ സെക്ഷനിൽ ആരാണ് വന്നത്, കോപ്പർ ആണ് വന്നത്. ആനോഡിന്റെ സെക്ഷനിൽ ആരാണ് വന്നത്, സിങ്ക് ആണ് വന്നത് അല്ലെ. സിങ്കും കോപ്പറും തമ്മിൽ ഉണ്ടാക്കുന്ന സെല്ലിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, ഈ പറയുന്ന ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. പിന്നീട് അതിന് ശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു, ഡാനിയൽ സെല്ല് ലെഫ്റ്റിലാണ് ആനോഡ് റെപ്രസെന്റ് ചെയ്യുക. ആനോഡിൽ നടക്കുന്ന പ്രോസസ് എന്തായിരുന്നു, ഓക്സിഡേഷൻ ആണ് അല്ലെ. ആനോഡിന്റെ ചിഹ്നം എന്തായിരുന്നു, നെഗറ്റീവ് ആണ്. ആനോഡിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് ആയിരുന്നു. ശരിയല്ല, ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. പിന്നീട് അതിന് ശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു, കോപ്പർ. അതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ അപ്പുറത്തേക്ക് വരും അല്ലെ. അപ്പോ ഇലക്ട്രോണുകൾ പോയത് എവിടെ നിന്ന് എവിടേക്കാ, ഇലക്ട്രോണുകൾ പോയത് സിങ്കിന്ന് കോപ്പറിലേക്ക്. കറണ്ടിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ എവിടെ നിന്ന് എവിടേക്കാ പറയാ, കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ് പറയാ. ശരിയല്ലേ. അതിനുശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു, സോൾട്ട് ബ്രിഡ്ജ് അല്ലെ. എന്താ സോൾട്ട് ബ്രിഡ്ജ്, കൺസിസ്റ്റന്റ് ആയിട്ട് കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വെക്കണം. സോൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് ചെയ്യുക നമ്മൾ, ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് അല്ലെ, ട്യൂബ് ഫിൽഡ് വിത്ത് ജെല്ലി ലൈക്ക് സബ്സ്റ്റാൻസ് ലൈക്ക് അഗർ മിക്സ്ഡ് വിത്ത് ഇലക്ട്രോലൈറ്റ്സ് ആണ് എന്ത്, സോൾട്ട് ബ്രിഡ്ജ്. അത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. പിന്നെ എന്താണ്, പ്രിവെന്റ് മിക്സിംഗ് അല്ലെ. ഇത് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഫ്ലൂയിഡ്സ് വിതൗട്ട് മിക്സിംഗ്, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എന്തായിരുന്നു, it reduces the liquid junction potential. പിന്നീട് അതിന് ശേഷം നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടു അല്ലെ. രണ്ട് തരത്തിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഏതൊക്കെയാ, റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. എന്തായിരുന്നു ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് മാത്രമേ എടുക്കുന്നുള്ളൂ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഏത് പൊട്ടൻഷ്യൽ മാത്രമേ എടുക്കുന്നുള്ളൂ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, എബിലിറ്റി ടു ഗെയിൻ ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടുന്ന് അങ്ങ് പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ഇവിടുന്ന് അങ്ങോട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രമാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ, അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ്. പിന്നെ സെല്ലിന്റെ EMF. സെൽ EMF നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, വലിയ പൊട്ടൻഷ്യലിൽ നിന്ന് ചെറിയ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് അല്ലെ. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കിട്ടുന്നത് കേട്ടോ. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രമാണോ, അല്ല, രണ്ടുപേരും തമ്മിലുള്ള എന്താണ്, ഡിഫറൻസ് ആണ് നമുക്ക് ഈ സെല്ലിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, അവിടെ ഒരു ഇൻഡിവിജ്വൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്ത മാർഗം എന്താണ്, നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൊണ്ടുവരികയാണ്. എന്താണ് കൊണ്ടുവന്നത്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഷീയുടെ വാല്യൂ ആർബിട്രറിൽ എത്ര ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 0 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷീനെ കുറിച്ച് പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, അതൊരു ഗ്ലാസ് ട്യൂബ് അല്ലെ, അതിന്റെ ഉള്ളില് നമ്മൾ പ്ലാറ്റിനം സ്ട്രിപ്പ് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് സപ്ലൈ ചെയ്തിട്ടാണ് ഷീ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മെഷർമെന്റ് എങ്ങനെയാന്ന് കണ്ടു. അങ്ങനെ ഓരോ ഇലക്ട്രോഡുകളുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതി കൊണ്ടുവന്ന സീരീസിനെ വിളിച്ച പേരാണ് എന്ത്, ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലെ. ദ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ എന്താ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോകെമിക്കൽ സീരീസ്. പിന്നീട് അതിന് ശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു, അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്ലിക്കേഷൻസ് എന്തായിരുന്നു, ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്താണ്, ടു കമ്പയർ ദ അല്ല അതേതായിരുന്നു, ടു കാൽക്കുലേറ്റ് ദി EMF ഓഫ് ദ സെൽ. പിന്നെ എന്തായിരുന്നു, ടു കമ്പയർ ദ റിയാക്ടിവിറ്റി ഓഫ് ദ എലമെന്റ്സ്. റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇലക്ട്രോണിനെ എന്നുള്ള കഴിവാണ്, വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് അല്ലെ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആളാണ് എന്ത്, റിയാക്ടിവിറ്റി കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. മെറ്റൽ ഹാവിംഗ് ലോവർ റിയാക്ടിവിറ്റി ക്യാൻ അല്ല മെറ്റൽ ഹാവിംഗ് ഹയർ റിയാക്ടിവിറ്റി ക്യാൻ ഡിസ്പ്ലേസ് ദ മെറ്റൽ ഹാവിംഗ് ലോവർ റിയാക്ടിവിറ്റി ഫ്രം ദെയർ സോൾട്ട് സൊല്യൂഷൻസ്. അത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ കേസിലാണെങ്കിൽ നേരെ എന്ത് വരും, തിരിച്ചു വരും. മെറ്റൽ ഹാവിംഗ്
Lower reduction potential can displace metal having higher reduction potential from their salt solution. പിന്നീട് നമ്മൾ കണ്ട എന്തായിരുന്നു, ഹൈഡ്രജൻ ഗ്യാസിൽ നിന്ന് അല്ലെ ആസിഡ് മെറ്റലായിട്ട് കോൺടാക്റ്റിൽ വന്ന ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയാനായിട്ട് പറ്റും. പിന്നെ വല്ലതും ഉണ്ടായിരുന്നോ? ഏതാ? ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. അതിനുശേഷം നമ്മൾ കണ്ട എന്താ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യല് എന്ത് മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്, കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എന്താണ് മാറുന്നുണ്ട്. എങ്ങനെയാണ്? നേഴ്സ്റ്റ് ഇക്വേഷൻ അല്ലെ, ആ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ നേഴ്സ്റ്റ് ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? E mn plus slash m is equal to E0 mn plus slash m minus 2.303 RT by F NF log 1 by mn plus ആണ് അല്ലെ, 1 by mn plus. പിന്നീട് നമ്മൾ കണ്ട എന്തായിരുന്നു, അതിന്റെ മുകളിലേക്ക് വരാൻ നടുക്കിൽ എന്താവും? പ്ലസ് ആവും. ടെമ്പറേച്ചർ 298 ആക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് വേറെ വരും അല്ലെ, എത്രയാ? 0.0591 by n. എന്നിന് മാറ്റല്ലേ. n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ സെല്ലിന്റെ കേസിലാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മൊത്തം ഇലക്ട്രോണുകളുടെ എണ്ണം, അതാണ് n വന്നത് അല്ലെ. പിന്നെ നമ്മൾ ഡാനിയൽ സെല്ലിന്റെ ചെയ്ത് നോക്കി, ഒരു സെല്ലിന് ഇത് അപ്ലൈ ചെയ്ത് നോക്കി. സെല്ലിന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോ എന്താ വന്നേ? ഇ സെൽ ഈക്വൽ ടു E0 സെൽ പ്ലസ് മൈനസ് ഉപയോഗിച്ച് പ്ലസ് ആണ്, പ്ലസ് 0.0591 by n ലോഗ് കാഥോഡ് അല്ലെ, മുകളിൽ കാഥോഡിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു എക്സ്, ആ സ്റ്റോഷിയോമെട്രിക് റേഷ്യോടെ അപ്ലൈ ചെയ്യണം, ബൈ എന്താണ് ആനോഡിന്റെ റേസ് ടു വൈ. അങ്ങനെയാണ് നമ്മൾ ചെയ്ത അവസാനം. പിന്നീട് അതിനുശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു? പിന്നീട് അതിനുശേഷം നമ്മൾ കണ്ടത് ഇക്വിലിബ്രിയവും അതുപോലെ എന്താണ് E0 സെല്ലും തമ്മിലുള്ള ഇക്വേഷൻ, ഡെൽറ്റ ജി തമ്മിലുള്ള ഇക്വേഷൻ. E0 സെൽ എന്താ വന്നേ? 2.303 RT by NF log Kc. പിന്നെ ഡെൽറ്റ G0 is equal to minus NF E0 സെൽ. വീണ്ടും മുന്നോട്ട് പോയി അല്ലേ. എന്തായിരുന്നു? ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസിലൂടെ കറണ്ട് കടന്നു പോകുന്നത് എങ്ങനെയായിരുന്നു? അത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, current passing through an electrolytic solution is directly proportional to the potential difference between the ends. V equal to I into R. R ആണ് അവിടുത്തെ കോൺസ്റ്റന്റ്. R വിളിച്ച പേരെന്താ? റെസിസ്റ്റൻസ്. That is the resistance offered towards the flow of current. Reciprocal of resistance എന്ന് വിളിച്ചു, കണ്ടക്ടൻസ് എന്ന് വിളിച്ചു അല്ലെ. പിന്നെ R L-നോടും A-നോടും പ്രൊപ്പോർഷണൽ ആണ്. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എന്ത് വരും? R equal to റോ ഇൻറ്റു എൽ ബൈ എ. അവിടെ വന്ന കോൺസ്റ്റന്റ് ആണ് എന്ത്? റോ. റോ എന്താ? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഓം സെന്റിമീറ്റർ. -1 ഉണ്ടോ? ഇല്ല. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ? ഓം റേസ് ടു -1 ഓർ സീമൻ അല്ലെ. കണ്ടക്ടിവിറ്റി എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. അതിനൊക്കെ പിന്നെ 1 ആക്കിയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട് അല്ലെ. എല്ലും എയും ഒക്കെ 1 ആകുമ്പോഴുള്ള സാധനങ്ങൾ. അങ്ങനെയാണ് കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി ഒക്കെ അങ്ങനെ ഡെഫിനിഷൻസ് ഉണ്ട്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? സീമൻ സെന്റിമീറ്റർ റേസ് ടു -1. സെന്റിമീറ്റർ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ്. യൂണിറ്റ് ആണോ അത്? അല്ല, അത് ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, 1000 വരുന്ന കേസൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ എങ്ങോട്ടാ പോയി? ഫാക്ടേഴ്സ് എഫക്ടിങ് കണ്ടക്ടിവിറ്റി, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇന്ററാനിക് അട്രാക്ഷൻ, സോൾവേഷൻ ഓഫ് അയോൺസ്, ടെമ്പറേച്ചർ, വിസ്കോസിറ്റി അല്ലെ. പിന്നീട് നമ്മൾ പോയത് എങ്ങോട്ടായിരുന്നു? ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ മെയിൻ ആയിട്ട് പോയത് എങ്ങോട്ടൊക്കെയായിരുന്നു? ഈ പറയുന്ന മോളാർ കണ്ടക്ടിവിറ്റി. നേരം വൈകിയുള്ള ജന്മ 100 സമയം എന്തായി? 5:40 100. സ്കൂളിൽ പോയില്ലേ ഇന്ന്? ക്ലാസ്സില്ലേ? എന്നിട്ട് നേരം വൈകിയ അത് സമയത്തിന് വരണോട്ടോ. എല്ലാവരും സമയത്തിന് എത്താട്ടോ. ഇനി മുതലേ മനസ്സിലായോ? സ്കൂള് വിട്ട് കഴിഞ്ഞ് നേരം ഇങ്ങോട്ട് പോരുക. 20 മിനിറ്റ് നിന്നോ? ലേറ്റ് ആയതല്ലേ? 10 minutes നിൽക്കും. ബാക്കിൽ നിന്നോ? അല്ലെ കാണില്ലേ? അവിടെ പറഞ്ഞു നിർത്തിയത് സമയത്തിന് എത്തിക്കോട്ടെ. എല്ലാവരും എന്ത് ചെയ്യുക? സമയത്തിന് എത്തുക. അതുപോലെ ഇന്നലെ വരാത്തൊരു എണീറ്റുന്നേ, ഇന്നലത്തെ ക്ലാസ്സിന് ഇല്ലാത്തൊരു എണീറ്റുന്നേ. വോയിസ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ആരോ അവിടെ പോയിട്ടായിരുന്നു. ഇരിക്കോ? അക്ഷയുടെ വീട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. സമയത്തിന് എന്ത് ചെയ്യുക? എല്ലാവരും വരിക. അതുപോലെ എന്ത് ചെയ്യുക? മുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും എന്തായിക്കണം? വോയിസ് അയക്കണം കേട്ടോ. അത് പഠിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ ഞാൻ എവിടെ പറഞ്ഞു നിർത്തി? നമ്മളിപ്പോ മോളാർ കണ്ടക്ടിവിറ്റി അല്ലല്ലോ പറഞ്ഞു നമ്മള്. കണ്ടക്ടിവിറ്റി പറഞ്ഞിട്ട് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആണ് പറഞ്ഞത്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റിയിൽ എന്താ കണ്ടത്? വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റിയിൽ എന്താ കണ്ടത്? കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ അല്ലെ. കാരണം എന്തായിരുന്നു? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെ. സംഭവത്തിലേ ഉള്ളൂ. കണ്ടക്ടിവിറ്റി
കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആണ്. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്തിൽ മാറ്റം വരുന്നുണ്ട്? കണ്ടക്ടിവിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്തിൽ മാറ്റം വരുന്നുണ്ട്? കണ്ടക്ടിവിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. ഉണ്ട്. പക്ഷെ ഒരു ഗിവൺ സൊല്യൂഷൻ കണ്ടക്ടിവിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. പിന്നീട് കണ്ട എന്തായിരുന്നു? മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റിക്ക് കണ്ടീഷൻ വന്നു. എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? ഓൺലി 1 മോൾ ഇലക്ട്രോലൈറ്റ്. ഒരൊറ്റ മോൾ ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ് പിടിച്ചിടണേ. സൊല്യൂഷൻ എത്രയാ കണ്ടക്ടിവിറ്റിയില്? 1 centimeter cube. Conductivity is the conductance of solution having 1 centimeter cube of the solution. അതിലേക്ക് 1 മോള് ഇലക്ട്രോലൈറ്റ് എന്നുള്ള കണ്ടീഷനും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായി? മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റിയിൽ വോളിയം 1 ആണെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ഇക്വേഷൻസ് കണ്ടു. ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞതാണ് അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? കാപ്പ ഇൻറ്റു വി. കാപ്പ എന്താ? കണ്ടക്ടിവിറ്റി. വി എന്താ? വോളിയം. ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി. കാപ്പ കണ്ടക്ടിവിറ്റി. വോളിയം. വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് കണ്ടെയ്ൻ 1 മോൾ. പ്രത്യേകം പറഞ്ഞിരുന്നു അല്ലെ. 1 മോൾ ആണ്. അപ്പൊ അതിന് നമ്മൾ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവന്നു. മൊളാരിറ്റിയുടെ ടേംസിലേക്ക് കൊണ്ടുവന്നപ്പോ എന്താ വന്നേ? ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ബൈ എം. എന്തുകൊണ്ട് ഈ 1000 വന്നേ? വോളിയം സെന്റിമീറ്റർ ക്യൂബിലായതുകൊണ്ടാണ്. ഓക്കെ, ഉഷാറില്ലല്ലോ അല്ലെ. അപ്പൊ 1000 ബൈ എം ആണ്. പിന്നെ നമ്മൾ കണ്ട എന്തായിരുന്നു? സെൽ കോൺസ്റ്റന്റ് അല്ലെ. സെൽ കോൺസ്റ്റന്റ് എന്താ? റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ഏരിയ ഫോർ സെക്ഷനെയാണ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നമ്മൾ റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെൽ കോൺസ്റ്റന്റ് കിട്ടും. ഹൗ ലാംഡ എം ചേഞ്ച് എന്താ? ഈസി വിത്ത് കോൺസെൻട്രേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു എങ്ങനെയാ? കണ്ടക്ടിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് ആർക്കുള്ളത്? ലാംഡ എമ്മിനുള്ളത്. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ എം കൂടുകയാണ് ചെയ്യുക. കണ്ടക്ടിവിറ്റി എങ്ങനെയാ? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കുറയും. പക്ഷെ ലാംഡ എം എങ്ങനെയാണോ? അല്ല, നേരെ തിരിച്ചാണ് വരുന്നത്. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ എം എന്ത് ചെയ്യും? കൂടും. കുഴപ്പമില്ലല്ലോ, കൂടുന്ന തന്നെയാണ്. ഇതിനെ തെറ്റി പറഞ്ഞ അല്ല. ഗ്രാഫ് എങ്ങനെയായിരുന്നു? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മുകളിലേക്ക് അല്ലേ പോണേ? അതെ. പക്ഷെ ആ ട്രെൻഡ് സെയിം ആണെങ്കിലും ആ ട്രെൻഡിന്റെ ചേഞ്ച് ഒരുപോലെയല്ല. എവിടെ ഒരുപോലെയല്ല? സ്ട്രോങ്ങിലും വീക്കിലും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്താ? കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളെയാണ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. പാർഷ്യൽ ഡിസോസിയേഷൻ വരുന്ന സാധനത്തിനെയാണ് എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രോങ്ങില് നമ്മൾ കണ്ടു ഗ്രാഫ് എന്തായിരുന്നു? ലീനിയർ ചേഞ്ച് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. ഇക്വേഷൻ കണ്ടു. ഡിബൈ-ഹക്ലോൺ-സാഗർ ഇക്വേഷൻ. ലാംഡ എം ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് ബി റൂട്ട് സി അല്ലെ. ലാംഡ എം 0 എന്ന് പറഞ്ഞൊരു ടേം ഡിഫൈൻ ചെയ്തു. അതിന്റെ ഇടയിൽ എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ? ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റ് അറ്റ് മാക്സിമം വാല്യൂ ഓഫ് കണ്ടക്ടിവിറ്റി എപ്പോഴാ? അറ്റ് 0 കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനൈറ്റ് ഡൈല്യൂഷൻ. 0 കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനൈറ്റ് ഡൈല്യൂഷൻ. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഗ്രാഫിക്കലി കണ്ടെത്താം. എങ്ങനെ? ലാംഡ എം 0 നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലി കണ്ടെത്തിയത്? ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു? എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ അത് എവിടെ പോയിട്ട് മീറ്റ് ചെയ്യും? വൈ ആക്സിസിൽ പോയിട്ട് മീറ്റ് ചെയ്യും. എവിടെ പോയിട്ട് മീറ്റ് ചെയ്യും? വൈ ആക്സിസിൽ പോയിട്ട് മീറ്റ് ചെയ്യും. അപ്പൊ ആ വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ലാംഡ എം 0, അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ വരെയാണ് എന്ത് ചെയ്ത് നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു വീക്കിലും സ്ട്രോങ്ങിലും ട്രെൻഡ് വ്യത്യാസമുണ്ട്, റീസണും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. എന്ത് വ്യത്യാസമുണ്ട്? റീസണും വ്യത്യാസമുണ്ട് അല്ലെ. റീസണും എന്താണ്? വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താ? റീസൺ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ റീസൺ ആണ് പറയുന്നത് നമ്മൾ. അപ്പോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ സംഭവിക്കുന്നത് ലാംഡ എം എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ എം എന്ത് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ എം എന്ത് ചെയ്യും? കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ആ ഗ്രാഫ് നമ്മൾ കണ്ടതാണ് അല്ലെ. ആ ഗ്രാഫ് നമ്മൾ കണ്ടതാണ് അല്ലെ. ഗ്രാഫിൽ എന്താ നമ്മൾ കാണുന്നത്? പുറകിലേക്ക് വരുന്തോറും, അതായത് സിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നതോറും ലാംഡ എമ്മിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടി പോവാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറയും തോറും ലാംഡ എം എന്ത് ചെയ്യാണ്? കൂടുക. കോൺസെൻട്രേഷൻ കുറയും തോറും ലാംഡ എം എന്ത് ചെയ്യുന്നു? കൂടുന്നു. മോളാർ കണ്ടക്ടിവിറ്റി കൂടാണ്. കണ്ടക്ടിവിറ്റിയിൽ എന്താ പറഞ്ഞത് നമ്മള്? കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ശരിയാണോ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് ആർക്കുള്ളത്? മോളാർ കണ്ടക്ടിവിറ്റിക്ക് ഉള്ളത്. അതിൽ ആരുടെ കാരണമാണ് നമ്മൾ പഠിക്കണേ? ഇത് ഇങ്ങനെ ഈ ട്രെൻഡ് വരാനുള്ള ആരുടെ കാരണം?
സ്ട്രോങ്ങിന്റെ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യണേ പഠിക്കണത്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക സ്ട്രോങ്. അപ്പൊ താഴെ എഴുതാം എന്താണ് ലാംഡ എം increases with a decrease in concentration with a decrease in concentration due to ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ് അല്ലെ. ബോർഡിൽ ശ്രദ്ധിച്ചേ എന്താണ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. നമുക്കറിയാം ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റില് നമ്മളിപ്പോ ഒരു Na+ഉം അതുപോലെ ഏതാണ് Cl- ആണെന്ന് കരുതുക. Na+ഉം Cl-. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറെ Na+ ഉണ്ടാവും, കുറെ എന്തുണ്ടാവും, കുറെ Cl- ഇങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കാണ്. നമ്മള് ഈ ഒരു വോളിയാണ് അവർക്ക് കൊടുത്തതാണ്. അപ്പൊ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, പോണം. പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് മുഴുവനും എങ്ങോട്ട് പോകണം, നെഗറ്റീവ് സൈഡിലേക്കും, നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് മുഴുവനും പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യണം അല്ലെ. അത് വേഗത്തിൽ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റുക, കണ്ടക്ടിവിറ്റി കൂടുതലുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എത്ര മോളേ ഉള്ളൂ? 1 മോൾ. കാരണം നമ്മൾ സംസാരിക്കുന്നത് എന്താ, ലാംഡ എം. പേരെന്താ ലാംഡ എമ്മിന്റെ? മോളാർ കണ്ടക്ടിവിറ്റി. നമ്മൾ സംസാരിക്കുന്ന ലാംഡ എം ആണ് അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറച്ചും കൂടെ വോളിയം ഒരുക്കി കൊടുക്കുകയാണ്. കുറച്ചുകൂടെ അധികം വോളിയം കൊടുത്തു. ഇതിലുള്ള 1 2 3 4 Na+ ആണ്. അത് ഇവിടെ മാർക്ക് ചെയ്തു ഭാഷ. 4 Na+. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള അതേ അയോൺസ് തന്നെയാണ് അപ്പുറത്തുള്ളത്. ഇവിടെ വോളിയം എന്താ, പറയേ വോളിയം എന്താ, കുറവാ. ഇവിടെ വോളിയം എന്താ, കുറച്ച് കൂടുതലാ. വോളിയം കുറവാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇവിടെ എന്ത് കൂടുതലാ, കോൺസെൻട്രേഷൻ കൂടുതലാ. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ അയോൺസ് ആണ് വരുന്നത്. ഇവിടെ വോളിയം എന്താ കൂടുതൽ. വോളിയം കൂടെന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവാണ്. ഇതിൽ ഏതിലാണ് അയോൺസിന് വേഗം അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുക? ഇവിടെയാണോ അവിടെയാണോ? ഇവിടെയാണ്. ഈ കേസിലാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അയോൺസ് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാല് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ, ഈ Na+ ആരേനെ അട്രാക്ട് ചെയ്യും? Cl- അട്രാക്ട് ചെയ്യും. ഇന്റർ അയണിക് അട്രാക്ഷൻ. എന്താണ് ഇന്റർ അയണിക് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് സ്ട്രോങ്ങിൽ നമ്മൾ പറയുന്നത്. ഏതാ? ഇന്റർ അയണിക് അട്രാക്ഷൻ. കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടുകയോ കുറയോ ഇവിടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇവിടെയാണ് ഇന്റർ അയണിക് അട്രാക്ഷൻ, ഇവിടെയാണ് ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടുക? പറയൂ. ഫസ്റ്റിലല്ലേ. കാരണം എന്താ, അവിടെ എന്ത് കുറവാ, സ്ഥലം കുറവാ. അയോൺസ് തമ്മിലുള്ള ദൂരം എന്താ, പറയൂ, കുറവാണ്. രണ്ടാമത്തേക്ക് വരുമ്പോ അവിടെ നല്ലോണം എന്തുണ്ട്, സ്ഥലമുണ്ട്, കുറെ സൊല്യൂഷൻ ഉണ്ട് അല്ലെ. അക്വസ് വെള്ളം കുറെ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് ഒരു Na+ കുറച്ചുകൂടെ അകലെയാണ് ആരെ കാണാനുള്ള സാധ്യത, Cl- കാണാനുള്ള സാധ്യത. കറക്റ്റ് അല്ലേ പറയുന്നത്? അപ്പൊ ഇവിടെ വരുമ്പോ എന്ത് കുറയും, ഇന്റർ അയണിക് അട്രാക്ഷൻ കുറയും. ഇന്റർ അയണിക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ വല്ലാണ്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ട് ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് ഈസി ആവും? ഇല്ല. മനസ്സിലാവുണ്ടോ? ഇവിടെ ഇവര് പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കറണ്ട് വരുന്ന ഇലക്ട്രോണുകളിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുമ്പോ എന്ത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്? ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴൊക്കെയാണ് വരണേ? വോയിസ് ഇട്ടുണ്ടെന്നാ? എന്താ നേരം വയ്യേ? വോയിസ് ഉണ്ടായിരുന്നില്ല? അപ്പൊ നിന്റെ സ്കൂളിൽ നിന്ന് വേറെ ടീം ദിവനൊക്കെ വന്നിട്ടുണ്ടല്ലോ. നീ എവിടെയാണ് പഠിക്കുന്നേ? എത്തിയിട്ടില്ലോ? കൊടുകുത്തി പഠിച്ചിട്ട് നീ എങ്ങനെ വന്നേ? അതിൽ കയറി കൊഴയെടുക്കാൻ പോയി, ബസ് മിസ്സായി. വോയിസ് അയച്ചിട്ടുണ്ടാ? എന്നാ ഇരിക്കേ വന്നിട്ട്. ഇരിക്കേ എന്നുവെച്ചാ 10 മിനിറ്റ് നിന്നാ 10 മിനിറ്റ് ആയി തോന്നുന്നു. 10 മിനിറ്റ് നിന്നിട്ട് ഇരുന്ന് ആദ്യട്ടാ. നേരം വൈകി വരാൻ എക്സ്ക്യൂസ് ഒന്നും ഇല്ല കേട്ടോ. കറക്റ്റ് നേരം വൈകി വരാം. അല്ലെങ്കിൽ ഈ പരിപാടി ചെയ്താൽ ആദ്യം നല്ല പരിപാടിയാ. വോയിസ് ഇടുക. നമ്മുടെ പിടുത്തം വിട്ടുന്ന് മനസ്സിലായ പറയുന്നത്? നമ്മുടെ പിടുത്തം വിട്ടു. ഇതെന്ത് വീട്ടുകാരെ അറിയണം എന്നുള്ളോ? കാരണം എന്താ, ഇത് വരണ വഴിക്ക് അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി നിന്ന് എന്തെങ്കിലും പുള്ളുകെട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ വിളിക്കും? ആദ്യം വിളിക്കും മാഷിനെയാ. മനസ്സിലായി? കഥകൾ കുറെ പറഞ്ഞു തന്നിട്ടില്ലേ ഞാൻ കഴിഞ്ഞൊക്കെ കൊല്ലത്തെ? ആയിരുന്നു റിസ്ക് എടുക്കാൻ വയ്യേ കാരണം.
കഴിഞ്ഞ കൊല്ലത്തെ മുന്നത്തെ വർഷങ്ങളിലെ കഥകൾ പറയാണ്. മനസ്സിലാവണ്ട, കാണാണ്ടാവുക, അപ്രത്യക്ഷയാവുക, പിന്നെ പ്രത്യക്ഷപ്പെടുക, ഈ വക പരിപാടികളാ. അപ്പൊ അങ്ങനത്തെ കേസുകളൊന്നും എന്താ വേണ്ട. ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്രത്യക്ഷയാവുക, ശരി തമാശ പറഞ്ഞല്ല, പെട്ടെന്ന് ഒരു ദിവസം കാണാണ്ടാവുക, പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുക, ഇതൊക്കെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളെന്നില്ല, നമ്പർ ബ്ലോക്ക് ചെയ്തിടുക. ഇതുപോലെ പാരന്റിന്റെ നമ്പറും ഇവന്റെ നമ്പറും എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കണക്ഷനും ഇല്ലാണ്ടാക്കുക. എന്നിട്ട് ഇങ്ങടാന്ന് പറഞ്ഞിട്ട് നടക്കണേ. ഞാൻ കഴിഞ്ഞ കൊല്ലം അത് പറഞ്ഞില്ലേ ഞാനടുത്ത്. അപ്പൊ ഈ വക പറഞ്ഞ പരിപാടികളാ. അത് കാരണമാണ് എന്ത് അതൊക്കെ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ട് ആദ്യത്തെ കൊല്ലം തന്നെ ഉണ്ടായി അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിഷമ. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചായിരുന്നു. ആളെന്നെ ഒരാഴ്ചയായിട്ട് എന്ത് ചെയ്യില്ല, കാണാനില്ല, വീട്ടിൽ വിളിച്ചിട്ട് എടുക്കണില്ല, എന്റെ നമ്പറിന്ന് വിളിക്കുന്ന എടുക്കണില്ല, വേറെ മാഷ നമ്പറിന്ന് വിളിക്കുന്ന എടുക്കണില്ല. ഭാഗ്യത്തിന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്ത് ചെയ്തേക്കാണ്, നമ്പറൊക്കെ കാച്ചിട്ട് നിൽക്കുക പാരന്റിന്റെ ഫോണിലേ. ടീച്ചർ നമ്പറിന്ന് വിളിച്ച അക്കൗണ്ടൻസി ടീച്ചർ. അപ്പൊ ഇതോടെ ബുദ്ധി ആലോചിച്ചപ്പോ അക്കൗണ്ടൻസി ടീച്ചർ നമ്പറിന്ന് വിളിച്ചപ്പോ ഞാനും മാഷും വിളിച്ചു, അവിടെ കണക്ട് ആവണില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് ബുദ്ധി പറഞ്ഞ് വേറെ ഫോണിന്ന് വിളിച്ചു. അപ്പൊ ആ സാധനം റിങ്ങായി അവിടെ. ഇത് ബ്ലോക്ക് ചെയ്തിട്ടേക്ക് എന്നിട്ട് ഫോൺ എടുത്തൊന്നുമില്ല കേട്ടോ അവര്. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ കുറെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു വിശദമായിട്ടുള്ള വിവരങ്ങള്. അപ്പൊ എന്താ കാലത്തെ ട്യൂഷനാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി. ആരോടെ ബൈക്ക് മേറി പോയി ആള്. മനസ്സിലായ? ഒരാഴ്ച പോയി. ആര് കൈയോടെ പൊക്കി? വീട്ടുകാർ കൈയോടെ പൊക്കി. വേറെ കുഴപ്പമുണ്ടായില്ല. അപ്പൊ കാര്യം പിന്നെ നമ്മളോടൊക്കെ പറഞ്ഞ എന്താണ്, മോശമല്ല, ഇവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എവിടെ വന്നിട്ടുണ്ടെന്ന്, വീട്ടിലുണ്ടെന്ന്. വീട്ടുകാർ വിചാരിക്കുന്നത് എവിടെ ഉണ്ടെന്ന്, ഇവിടെ ഉണ്ടെന്ന്. ആളെവിടെയാ? രണ്ടിടത്തും ഇല്ല. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണേ. മനസ്സിലായ പറഞ്ഞ ആകെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വോയിസ് ഇടുക. പക്ഷേ ഈ വോയിസ് ഇടുമ്പോഴേ വേറെ കാര്യമാണ്. നേരം വൈകി വരുമ്പോഴോ നിങ്ങൾ മുടങ്ങി ഒക്കെ ആകുമ്പോ നോണ പറഞ്ഞിട്ട് വോയിസ് ഇട്ടോട്ടെ. അങ്ങനെ പോയിട്ട് വീട്ടിൽ പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞാൽ ഭാഷ പറഞ്ഞാൽ വീട്ടിൽ അറിഞ്ഞാൽ മതി. അത്രയുള്ള കാര്യം. മനസ്സിലായ? നിങ്ങൾ പെരുന്നാൾക്ക് പോയി പരീക്ഷയുടെ തലേ ദിവസം എന്നിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ വേണമെങ്കിൽ വീട്ടിൽ ഒരു മാഷ അവൾക്ക് വയ്യായിരുന്നു, അത് കാരണം വരാത്തിട്ടോ, നോ പ്രോബ്ലം. ആള് വീട്ടിലുണ്ടായാൽ മതി. നമുക്ക് അത്രേ വേണ്ടു. റീസൺ ഒന്നും അവിടെ പ്രശ്നമില്ല. പിടി കിട്ടിയാ പറഞ്ഞ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആള് മിസ്സാവരുത്. നീ 18 വയസ്സ് കഴിഞ്ഞ എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്തോ കാണിച്ചോ, മാഷ ഇടപെടാൻ പറ്റില്ല. മനസ്സിലായ? 18 വയസ്സ് കഴിഞ്ഞാ എന്ത് വേണമെങ്കിൽ കാണിച്ചോ, മാഷ ഇടാൻ പറ്റില്ല. എല്ലാത്തിനുള്ള എന്തുണ്ട്, അവകാശമുണ്ട്. നീ 18 വയസ്സ് കഴിയണമെന്നില്ല കേട്ടാ. നിങ്ങക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ കാണിച്ചോ, എവിടെ വരരുത്. അത്രയും ഭാഷ പറയാൻ പറ്റുള്ളൂ. അത്ര കമ്മിറ്റ്മെന്റ് അല്ലേ എടുക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? കൂടുതൽ പറയാൻ പറ്റുമോ ഭാഷക്ക്? ഇല്ല, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. മനസ്സിലായി? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ. അപ്പൊ അവിടെ എന്താ പറഞ്ഞു വന്നത്? എവിടെ അട്രാക്ഷൻ കൂടുതല്? വോളിയം കുറയുമ്പോ എന്ത് കൂടും? പറയൂ, വോളിയം കുറയുമ്പോ എന്ത് കൂടും? വോളിയം കുറയുമ്പോ കോൺസെൻട്രേഷൻ കൂടും. കറക്റ്റ് ആണ്. എന്തും കൂടെ കൂടും? ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടും. ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടും. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ എളുപ്പാവോ? എളുപ്പാവില്ല. അപ്പൊ കണ്ടക്ടിവിറ്റി കുറയോ കൂടുവോ? ആ സമയത്തെ കണ്ടക്ടിവിറ്റി കുറയോ കൂടുവോ? കുറയാൻ തുടങ്ങും. സമയത്തെ കണ്ടക്ടിവിറ്റി കുറയാൻ തുടങ്ങും. അതാണ് ആരുടെ റീസൺ ആയിട്ട് പറയണേ? സ്ട്രോങ്ങിന്റെ റീസൺ ആയിട്ട് പറയണേ. ആരുടെ റീസണാ? സ്ട്രോങ്ങിന്റെ റീസൺ എങ്ങനെ പറയാം? In case of strong electrolyte, ശ്രദ്ധിക്കുക, in case of strong electrolyte, molar conductivity എന്താണ്? Increases. Molar conductivity increases. എപ്പോഴാ? With decrease in concentration. ഈ കേസിലല്ലേ? ആണോ? ഒന്ന് പറഞ്ഞപ്പോ molar conductivity with concentration. എന്തുകൊണ്ടാ? ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടുക കുറയോ? ഒക്കെ പറഞ്ഞേ, കുറയും. വോളിയം കൂടി, കോൺസെൻട്രേഷൻ കുറഞ്ഞു, ഇന്റർ അയണിക് അട്രാക്ഷൻ കുറഞ്ഞു. വോളിയം കുറഞ്ഞു, കോൺസെൻട്രേഷൻ കൂടി, ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടി. ഇന്റർ അയണിക് അട്രാക്ഷൻ കൂടിയ കണ്ടക്ടിവിറ്റി എന്താ? മോളാർ കണ്ടക്ടിവിറ്റി എന്താ? പറഞ്ഞേ, കുറയും. കുഴപ്പമില്ലല്ലോ. അപ്പൊ റീസൺ ഭംഗിയായിട്ട് എഴുതിയേ. ഇൻ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഏതാ? ഡ്യൂ ടു വരെ എത്തിയിട്ട് അല്ലേ? Due to the increase in the mobility speed, മൂവിയുള്ള സ്പീഡ്, due to increase in mobility speed of the ions. കോൺസെൻട്രേഷൻ കുറയുമ്പോ അയോൺസിന്റെ മൊബിലിറ്റി സ്പീഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലെ?
മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടുകയാണ്. എന്തുകൊണ്ടാ അവര് തമ്മിലുള്ള അട്രാക്ഷൻ പരസ്പരം അവര് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യണോണ്ടാ? കുറയണ മൊബിലിറ്റി സ്പീഡ് എപ്പോഴും കൂടുക, കൂടുമ്പോഴാ കുറയുന്നത് കൊണ്ട് അല്ലേ? mobility speed increase in the mobility speed of the ions since other interacting forces are minimized on dilution. Other interacting forces are minimized on dilution. Dilute ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മറ്റുള്ള ഇന്ററാക്ടിങ് ഫോഴ്സസ് എന്ത് ചെയ്യും? കുറയും. ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ പരമാവധി കുറയും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണുകളുടെ ചാർജിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. കണ്ടക്ടിവിറ്റി കൂടും. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? അയോൺസിന്റെ എണ്ണം എത്രയായിട്ട് നിൽക്കണം? അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ എണ്ണം എത്ര മോളാ? കാരണം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കണേ, മോളാർ കണ്ടക്ടിവിറ്റിയെ കുറിച്ച്. അപ്പൊ കഴിഞ്ഞ ഇത്രയാണ് സ്ട്രോങ്ങിൽ നമുക്ക് പറയാനുള്ളത്. എഴുതിയതൊന്ന് വൃത്തിക്ക് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വൃത്തിക്ക് വായിച്ചു നോക്കുക. ഇന്നലെ നമുക്ക് പോളറൈസേഷൻ ലോ കഴിഞ്ഞ ഈ സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഈ പാഠം എന്താ? ഭയങ്കര എളുപ്പമുള്ള ഭാഗമാണ്. പിന്നെ ഇത്ര എന്തില്ല, ബുദ്ധിമുട്ട് ഇല്ല. ആരൊക്കെ വരാത്ത കുറെ പേര് ആബ്സെന്റ് ആവുമ്പോ വായിച്ചു നോക്കാൻ പറഞ്ഞ് സംസാരിക്കില്ല. വായിച്ചു നോക്കാൻ പറയണ എന്തിനാ? ആ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ സംസാരിക്കാനല്ല പറഞ്ഞത്. അടുത്ത ഹെഡിങ് എഴുതുക. വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അടുത്ത ഹെഡിങ് എഴുതുക. വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ശ്രദ്ധിക്കുക, വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ പ്രത്യേകത എന്താ? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ബ്രാക്കറ്റിൽ എഴുതുക. ലാംഡ എം എന്ത് തന്നെയാണ് ചെയ്യണേ? ലാംഡ എം എന്താ, കൂടുകയാണോ കുറയണോ? കൂടു തന്നെയാണ് അല്ലെ, വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അപ്പോ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ എഴുതുക. എന്താ എഴുതേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലാംഡ എം ഇൻക്രീസസ് വിത്ത് എന്താ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അതിൽ വ്യത്യാസമില്ല. അപ്പൊ സ്ട്രോങ്ങിനോ എന്താണ്? രണ്ട് സെയിം ആണ് അല്ലേ സബല്ല? രണ്ടും എന്താ? സെയിമാ, മാറ്റില്ല. ഓപ്പോസിറ്റ് ആണോ? അല്ല, രണ്ടും സെയിം ആണ്. കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? രണ്ടും സെയിം ആണ്. വ്യത്യാസമുള്ളത് ഏതാണ്? ഈ മോളാർ കണ്ടക്ടിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ഉള്ളത് ആർക്കാ? കണ്ടക്ടിവിറ്റിക്ക്. അത് അവിടെ സ്ട്രോങ് മേക്കിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, അവിടെ ജസ്റ്റ് വോളിയത്തിന്റെ കാര്യമാണ്. ഇവിടെ കിട്ടിയാ പറഞ്ഞത്. അപ്പൊ ട്രെൻഡ് വ്യത്യാസം ഉണ്ടോ? ഇല്ല. വീക്ക് ഇലക്ട്രോലൈറ്റിനും മോളാർ കണ്ടക്ടിവിറ്റി കൂടുക തന്നെയാണ് ചെയ്യുക. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച്. എതിർപ്പില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ഇല്ല.
ഇനി അപ്പൊ എന്താണ് സെപ്പറേറ്റ് എടുത്ത് പറയാനുള്ള കാരണം? എന്താണ് ഇത്ര വ്യത്യാസം? വ്യത്യാസം നിങ്ങൾക്ക് ആ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇന്നലെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു അല്ലെ, കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. എന്തായിരുന്നു ആ ഗ്രാഫിൽ നമ്മൾ കണ്ടത്? എക്സ് ആക്സിസിൽ റൂട്ട് സി അല്ലെ, കോൺസെൻട്രേഷന്റെ റൂട്ടാണ്. അതുപോലെ വൈ ആക്സിസിൽ എന്താ? ലാംഡ എം. ശരിയല്ലേ മക്കളെ? ഇങ്ങനെയല്ല ഗ്രാഫ് കണ്ടേ? ഇന്നലെ കണ്ട ഗ്രാഫ് എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇന്ന് കണ്ട ഗ്രാഫ് ഇതാ ഈ ഷേപ്പിലാണ് ഈ ഗ്രാഫ് വരുന്നത്. ഇതാണ് ഈ മൊത്തം പ്രശ്നങ്ങൾക്കും കാരണമായത്. ഈ ഗ്രാഫ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, 1/x ഗ്രാഫ് പഠിച്ചിട്ടില്ലേ നമ്മള്? 1/x ഗ്രാഫ് ഇതുപോലെയല്ലേ? ആണോടാ മക്കളെ? അതെ. ഇനി ട്രെൻഡ് കറക്റ്റ് ആണോ നോക്കാം. നോക്കൂ, കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് അല്ലേ സാറല്ലേ, കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് എന്താ ലാംഡ എം കൂടിനെയാണ് ചെയ്യുന്നത്. കറക്റ്റല്ലേ? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ എം കൂടിനെയാണോ ചെയ്യണേ? അതെ. പുറകിലേക്ക് വരുന്നു, വാല്യൂ എങ്ങടെ പോണേ? വാല്യൂ എങ്ങടെ പോണേ? മുകളിലേക്ക് പോണേ. ലീനിയർ ആണോ ചേഞ്ച്? ലീനിയർ ചേഞ്ച് ആണോ? മിഠായി കണക്ക് പോലെ പറയാൻ പറ്റുമോ? പറ്റില്ല. ചേഞ്ച് ലീനിയർ അല്ല. ലീനിയർ അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? നോൺ ലീനിയർ എന്ന് എഴുതാം തൽക്കാലം. അപ്പോ വീക്കിന്റെ കേസിലേക്ക് വരുമ്പോ ബേസിക് ട്രെൻഡ് സെയിം ആണ്, മാറ്റം സെയിം ആണ്. പക്ഷെ മാറ്റത്തിന് വരുന്ന മാറ്റം എന്തല്ല? സെയിം അല്ല എന്നൊക്കെ പറയേണ്ടി വരും അല്ലെ. ചേഞ്ച് സംഭവിക്കുന്ന സെയിം ആണ്, പക്ഷെ ചേഞ്ച് വരുന്ന രീതി എന്താണ്? വ്യത്യാസമാണ്. മറ്റേതിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, ലീനിയർ ആയിരുന്നു. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. നമുക്ക് ഗ്രാഫ് എങ്ങനെയാ വരുന്നത്? വീക്കിന്റെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാ? നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രാഫാണ് വരുന്നത് അല്ലെ. എന്ത് ഗ്രാഫാണ് വരുന്നത്? നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് അവിടെ വരുന്നത് എന്നുള്ളതാണ് എന്ത് പ്രശ്നം. ഈ 1/x ഗ്രാഫിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഇവിടെ വന്ന് മുട്ടോ എപ്പോഴെങ്കിലും? y ഇന്റർസെപ്റ്റ് കിട്ടുമോ? ഇല്ല. അതൊരിക്കലും ഇവിടെ മുട്ടില്ല, y ആക്സിസില് മുട്ടില്ല. ഇങ്ങനത്തെ കർവുകളുടെ ഒരു പ്രത്യേകത അതാ. അത് y-ന് മുട്ടില്ല, ഇത് എവിടെയും മുട്ടില്ല, ഇത് x-ലും മുട്ടില്ല. നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആലോചിക്കട്ടോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രാഫിക്കലി കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രോങ്ങിന്റെ കേസിൽ നമ്മൾ ഇന്നലെ ചെയ്തു. എന്താ ചെയ്തത്? ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് എവിടെ മുട്ടിച്ചു? y ആക്സിസിൽ മുട്ടിച്ചു. ഈ y ആക്സിസിൽ മുട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ വാല്യൂ ആണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ 0 ആവുന്ന സമയത്ത് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. അതായത് ഇതിന്റെ എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് ധൈര്യമായിട്ട് പറയാം. ശരിയല്ലേ? പക്ഷെ നമ്മളിത് ഇങ്ങനെ ബാക്കിലോട്ട് വരച്ചോണ്ടിരിക്കുക. അത് മുട്ടണ്ട? അത് മുട്ടണ്ട? ഇല്ല, അത് മുട്ടണില്ല. കാരണം വീക്കിന്റെ സ്വഭാവം അങ്ങനെയാണ്, അത് മുട്ടണില്ല. ചേഞ്ച് നോൺ ലീനിയറാ. എത്ര ബാക്കിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്താലും അത് ഒരിക്കലും y ആക്സിസിൽ വന്നിട്ട് എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല. അതൊരിക്കലും y ആക്സിസിൽ വന്ന് എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലാംഡ എം 0 കണ്ടെത്താൻ പറ്റില്ല. ലാംഡ എം 0 cannot determine. പറയോ, cannot determine എങ്ങനെയാ? പറയടാ മക്കളെ. ഗ്രാഫിക്കലി. സ്ട്രോങ് നമ്മൾ ഇന്നലെ എങ്ങനെയാ കണ്ടുപിടിച്ചേ? സ്ട്രോങ്ങിൽ എഴുതി. സ്ട്രോങ്ങിൽ എങ്ങനെയാ കണ്ടുപിടിച്ചേ ലാംഡ എം? എന്താ ഒറ്റ വാക്കല്ലേ മാഷ എഴുതി തന്നിട്ടുള്ളൂ? എന്താ ഉറക്കെ പറഞ്ഞേ? ഗ്രാഫിക്കലി. വീക്കില് പറ്റോ? വീക്കില് പറ്റില്ല. ഇതാണ് എന്ത് വീക്കിന്റെ അവസ്ഥ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഗ്രാഫ് വരയ്ക്കുക, ആ ഡാറ്റ എഴുതി വയ്ക്കുക. ആ ഗ്രാഫ് വരയ്ക്കുക, ആ ഡാറ്റ മാറ്റി വയ്ക്കുക. നോട്ട് ലീനിയർ ആണ്, ഗ്രാഫിക്കലി കണ്ടെത്താനായിട്ട് സാധിക്കില്ല. മറ്റെന്താണോ വരാത്തത്? നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് തോന്നും അല്ലേ? അത് അടിയിൽ കണ്ടു വന്നാവോ? ഇല്ലല്ലേ? അത് ഇൻവെർട്ടറാ, പേടിക്കണ്ട. വെക്കണം, വെക്കാണ്ട് ശരിയല്ല. കാര്യം ഇടയ്ക്കിടയ്ക്ക് പോകണം. ഒരു സുഖം അല്ലേ? ഇനി വെക്കണ്ടാന്നല്ലേ? പോവാറേതാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാ.
ശ്രദ്ധിക്കുക. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോയാണ് എന്ത്? കോൾറാഷസ് ലോ. അപ്പൊ എഴുതി വെക്കാം. ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുക. ലാംഡ എം സീറോ ക്യാൻ ഡിറ്റർമൈൻ കോൾറാഷസ് ലോ. Lambda m0 can determine by using Kohlrausch's law. KOHLRAUSCH post office. Okay, Kohlrausch's law. സ്പെല്ല് ഒന്നുകൂടെ വായിക്കാം. KOHALRAUSCH ഏതാ കണ്ട് വെള്ളിട്ടാ വെച്ച് നമുക്ക് ഇറങ്ങി പോവാം. ഇപ്പൊ കണ്ണു കാണാല്ലേ? ഇല്ല എന്നാ കണ്ണൊക്കെ നല്ല ഡോക്ടറെ കാണിക്കട്ടോ, ഇത്ര പറയുള്ളൂ. പറയാല്ലേ കോൾറാഷസ് ലോ. ഈ കോൾറാഷസ് ലോന്റെ കണക്കുകൾ ചെയ്യണം. കറണ്ട് വരും അതിനെ നോക്കുക. കറണ്ട് പോരും. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ചിട്ട് കറണ്ട് വരാണ്ടാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ചിട്ട് കറണ്ട് വരുത്താൻ വരാൻ പ്രാർത്ഥിച്ചാ പോരെ. മനസ്സിലായാലും സൗകര്യം അതല്ലേ. പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്ന വെച്ചാൽ എന്ത് എളുപ്പം നോക്കിങ്ങള് അല്ലേ? ശരിയല്ലേ? എന്തെളുപ്പാ പരിപാടികള്. ഞാൻ പണ്ട് സെന്റ് മാർഗം പഠിക്കുമ്പോഴേ, പണ്ട് 3ാം ക്ലാസ്സിലൊക്കെ സെന്റ് മാർഗം പഠിക്കുമ്പോഴേ, സെന്റ് മാർഗം കണ്ടിട്ടില്ല. അവ വരണ്ടാണോ പ്രാർത്ഥിച്ചേ? വരണ്ടാന്ന് പ്രാർത്ഥിച്ച കുറെ പേര് കറ്റോ ഒന്നോ ഇല്ല. ഇതാണ് എന്റെ രസം. വരുന്നത് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. അപ്പൊ വലിയ അത് എന്താ അതിന്റെ സംഗതി? അതായത് പണ്ട് സെന്റ് മാർഗം ഇപ്പൊ ഇല്ല, സെന്റ് മാർഗം ഇല്ല. കാറ്റീസം സെന്റ് മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ക്ലാസ്സിൽ മോറൽ സയൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ മോറൽ സയൻസ് പഠിക്കുമ്പോൾ അതിലൊരു കഥ ഉണ്ടായിരുന്നു. കഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ പാട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അറിയുന്ന കഥ തന്നെയാണ്. അതായത് ഒരു വണ്ടിക്കാരൻ എന്ത് കൊണ്ടുപോയിരുന്നു? വണ്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കാളവണ്ടിയുടെ വീല് എവിടെ കുടുങ്ങി? ഒരു ചെളിയിൽ പൂണ്ടുപോയി. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, പൊക്കാനൊന്നും പറ്റണില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് മുട്ടത്തി നിന്നിട്ട് ഊട്ടക്കലത്ത് എന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോട് പ്രാർത്ഥന. വണ്ടി കയറണ്ട ഇല്ല. അവസാനം ആര് പ്രത്യക്ഷപ്പെട്ടു? ദൈവം പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലായ? എന്നിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു പറയണേ, എടേ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് എന്താണ് ഈ സാധനം പൊന്തില്ല, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിട്ട് ആര് പോയി? ദൈവം പോയി. ദൈവം വണ്ടി. അപ്പൊ അന്ന് ഞാൻ കേട്ടപ്പോ എനിക്ക് അതിനോട് യോജിപ്പായിരുന്നു. ശരി, അപ്പൊ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, എന്തോട് ചെയ്യണം? നമ്മള് ഇത് റെഡിയാക്കണം. പിന്നീട് കുറച്ച് വന്നപ്പോ എനിക്ക് മനസ്സിലായി, പറഞ്ഞിട്ട് ആര് പോയി? ദൈവം പോയി. ആള് വണ്ടിയുമ്പോ കൈവച്ച ഇല്ല. വണ്ടി പൊക്കിയത് ആരെന്നെയാ? ഇയാൾ തന്നെയാ. ശരിയല്ലേ പറഞ്ഞ? അയാള് വണ്ടിയുമ്പോ കൈവച്ചിട്ടില്ല. വണ്ടി പൊക്കി കൊണ്ടുപോയത് ഇയാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഇങ്ങനെ കുറെ നമ്മള് ആശയങ്ങൾ മാറുമ്പോഴേ വണ്ടി പൊക്കിയതും തള്ളിയതൊക്കെ ആരാ? ഇയാളാ. താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോ ദൈവം കൂടെ വന്നിട്ട് എന്ത് ചെയ്യണം? മറ്റേ വീലുമേ അല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അത് ഓക്കെയാണ്. അതെന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്കത് തോന്നി. അപ്പൊ ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്. താൻ പാതി ദൈവം പാതി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ താൻ പാതി ദൈവം പാതി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അനുമാനിക്കാം. കുഴപ്പമില്ലാന്ന്, അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ പാതി ആര് തന്നെ ചെയ്യണം? നിങ്ങളുടെ പാതി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുള്ളാണ്. അത് ആര് തന്നെ ചെയ്യണം? നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയാ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. 60 മാർക്കിന്റെ പരീക്ഷ 30 മാർക്കിന്റെ എഴുതിയാൽ മതിയോ? പോരാ. എത്ര മാർക്കിന്റെ എഴുതണം? 60 മാർക്കിന്റെ എഴുതണം. ഇപ്പൊ വേറെ കാര്യം ഉണ്ട് കേട്ടോ. അതായത് എപ്പോഴും നമ്മള് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാനുള്ള പരമാവധി എന്ത് ചെയ്യുക? പറഞ്ഞു നോക്കിട്ട കേട്ടെ. നമുക്ക് ചെയ്യാനുള്ള പരമാവധി എന്ത് ചെയ്യുക? എന്നിട്ട് എന്തോരം വേണമെങ്കിൽ എന്ത് ചെയ്യാം? എന്ത് വേണമെങ്കിൽ കാണിക്കാം. പ്രാർത്ഥിക്കുക, നിലത്തൂറിന്റെ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നോ പ്രോബ്ലം. നമ്മൾ ചെയ്യാനുള്ള സാധനം കംപ്ലീറ്റ് ചെയ്യാണ്ട് പിന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് എന്താണ്? അപമാനമാണ്. അതായത് നിങ്ങളൊന്നും പഠിച്ചില്ല, എന്നിട്ട് പരീക്ഷ എഴുതി കിട്ടും.
പിന്നെ നിങ്ങൾ കരുതുക എനിക്ക് നല്ല മാർക്ക് കിട്ടണേ, എങ്ങനെ പരീക്ഷ പേപ്പറിൽ ഇനി ദൈവം ഉത്തരം പ്രത്യക്ഷപ്പെടുത്തണം, ശരി ഉത്തരാക്കണം നിങ്ങൾ എഴുതിയത്, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ? മനസ്സിലായോ പറഞ്ഞത്? അതോ നോക്കണ ടീച്ചർക്ക് കൂടുതൽ ബുദ്ധി കൊടുത്തിട്ട് ബുദ്ധി മാറ്റിയിട്ട്? അത് നടക്കില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ആദ്യം ആര് വടിയെടുത്തിട്ട് വരും? മനസ്സിലായ? അങ്ങനെ പ്രാർത്ഥിച്ച ആദ്യം ആർക്ക് ദേഷ്യം വരും? ദൈവത്തിന് ദേഷ്യം വരും. എന്തൊക്കെയാണെങ്കിൽ പ്രാർത്ഥിക്കണേ, എനിക്കൊന്ന് വേറെ ഒരു പണിയില്ലേ ചോദിക്കും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇതൊക്കെ ചെയ്യാം, എപ്പ ചെയ്യാം? നമുക്ക് ചെയ്യാളൊക്കെ പരമാവധി എന്ത് ചെയ്യുക, ചെയ്തു വയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പൊ പിന്നെ സേഫ് സോണായി. തിരിച്ചു ചെയ്യരുത്. തിരിച്ചു ചെയ്ത എന്താ പണി വയ്ക്കുന്നു പറയാം. ശ്രദ്ധിക്കുക. അപ്പോ കോൾറാഷസ് ലോ, ഇതിന്റെ സ്പെല്ലിംഗ് കിട്ടിയ ഇതൊന്ന് പറഞ്ഞേ, എന്തിലോയാ? കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ അനിസൈലായിരിക്കും. കോൾറാഷസ് ലോ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി വന്നത്? വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ വായിക്കോ, ലാംഡായം സീറോ ഗ്രാഫിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താനായിട്ട് പറ്റില്ല. ഇതാണ് പ്രശ്നം. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡായം സീറോ എങ്ങനെ കണ്ടെത്താൻ പറ്റില്ല? ഗ്രാഫിക്കലി കണ്ടെത്താൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടി വന്നത്? കോൾറാഷസ് ലോ വേണ്ടി വന്നത് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി കോൾറാഷസ് ലോയ്ക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപ് നമുക്കൊരു ഇഷ്യൂ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ റീസൺ വേണ്ടേ? റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത അവര് പാർഷ്യൽ ഡിസോസിയേഷൻ ആണ്. കറക്റ്റ് ആണ്. എന്താണ് പാർഷ്യൽ ഡിസോസിയേഷൻ? ബോർഡിൽ ശ്രദ്ധിച്ചേ മക്കളെ. അതായത് CH3COOH എന്ന് പറയുന്ന ഒരു അയോൺ, ഇത് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? CH3COO മൈനസും പിന്നെ എന്തായിട്ട് മാറും? H+ ആയിട്ട് മാറും, അല്ലെ? ഇത് പാർഷ്യൽ ഡിസോസിയേഷൻ ആണ്. ഇനീഷ്യലി നമ്മൾ എത്ര എടുത്തു എന്ന് കരുതുക? ഇനീഷ്യലി നമ്മൾ 100 എടുത്തു എന്ന് കരുതുക. അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 90 ഡിസോസിയേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റിലും 10 എന്ത് ചെയ്യും? 10 എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ 10 മൈനസും പറയൂ. ഒരെണ്ണം ഡിസോസിയേറ്റ് ചെയ്ത 1 മൈനസും 1 പ്ലസും അല്ലേ? 10 ഡിസോസിയേറ്റ് ചെയ്ത 10 പ്ലസും 10 മൈനസും ഉണ്ടായി. അപ്പൊ അത്ര അയോൺസ് ആണ്. 80 ഡിസോസിയേറ്റ് ചെയ്തു. അപ്പൊ എത്രയാ? 20 പ്ലസും 20 മൈനസും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം എന്തിലാവും? ഇക്വിലിബ്രിയത്തിൽ വരും. എന്തിൽ വരും? ഇക്വിലിബ്രിയത്തിൽ വരും. എന്താ? ഇനി 21ാമത്തെ ആള് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളപ്പം തന്നെ എന്ത് ചെയ്യും? പറയൂ, അസോസിയേറ്റ് ചെയ്യും. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മളെടുത്ത് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല. പൂർണ്ണമായിട്ടും നമ്മളെടുത്ത അയോൺസ് ഇലക്ട്രോലൈറ്റ് എന്താവണില്ല? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറുന്നുണ്ടോ? മാറുന്നില്ല. കംപ്ലീറ്റ് അയനൈസേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. എന്ത് അയനൈസേഷൻ ഉള്ളു? അപ്പൊ കംപ്ലീറ്റ് ഇല്ല. അപ്പൊ എന്താണ്? പാർഷ്യൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് സ്ട്രോങ്ങിനായിരിക്കോ വീക്കിനായിരിക്കോ? കമ്പാരിറ്റീവ്ലി ലാംഡായം കൂടുതൽ സ്ട്രോങ്ങിനായിരിക്കും. കാരണം സ്ട്രോങ്ങിൽ കുറച്ചുകൂടെ എന്തുണ്ട്? അയോൺസ് കൂടുതൽ ഉണ്ടാവില്ലേ? 100 എടുത്തു കഴിഞ്ഞാൽ 100 എന്താവും? സ്ട്രോങ്ങില് 100 എടുത്തു കഴിഞ്ഞാൽ 100 എന്താവും? ഡിസോസിയേറ്റ് ചെയ്യും. ശരിയല്ലേ? 100 എടുത്തു കഴിഞ്ഞാൽ 100 എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. പക്ഷെ വീക്കിൽ പറ്റുമോ? ഇല്ല. വീക്കിൽ 100 എടുത്തു കഴിഞ്ഞാൽ എത്ര ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളോ? 20. അപ്പൊ ജനറലി സ്ട്രോങ്ങിന്റെ ലാംഡായം ഏതിനേക്കാളും കൂടുതലായിരിക്കും? വീക്കിനേക്കാളും കൂടുതലായിരിക്കും. അത് മനസ്സിൽ വയ്ക്കുക. അത് പോട്ടെ. അപ്പൊ ഇതാണ് ആരുടെ പ്രശ്നം? വീക്കിന്റെ പ്രശ്നം. ഇതുവരെ ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇവരെ എന്തെന്ന് വിളിക്കണേ? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താ? പാർഷ്യൽ ഡിസോസിയേഷൻ. എന്താണ് പാർഷ്യൽ ഡിസോസിയേഷൻ? കമ്പാരിറ്റീവ്ലി അയോൺസിന്റെ എണ്ണം സ്ട്രോങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കും? സ്ട്രോങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉറക്കെ പറ, കുറവായിരിക്കും. ഇതും പ്രശ്നമില്ലല്ലോ. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺ ഡൈല്യൂഷൻ. എന്താണ് ഓൺ ഡൈല്യൂഷൻ? ആരെ സംസാരിക്കണേ? സ്ട്രോങ് വീക്കാ? വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കരുതുക? ഡൈല്യൂട്ട് ചെയ്യണമെന്ന് കരുതുക. വീക്ക് ഇലക്ട്രോലൈറ്റിനെ എന്ത് ചെയ്യാണ്? ഡൈല്യൂട്ട് ചെയ്യണം. ഓൺ ഡൈല്യൂഷൻ എന്താ സംഭവിക്കുക? ആൽഫ ഇതാണ് പോയിന്റ്. ആൽഫ ഡൈല്യൂട്ട് ചെയ്യും തോറും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും ആൽഫ എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. ഇനി എന്താണ് ഈ ആൽഫ? ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്.
എന്താ ഈ ആൽഫ? ആൽഫയുടെ പേരെന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫയുടെ പേരെന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഡൈലൂട്ട് ചെയ്യും തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറയൂ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോസിയേഷന്റെ അളവ്. അപ്പൊ ഡൈലൂട്ട് ചെയ്യും തോറും കൂടുതൽ അയോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡൈലൂട്ട് ചെയ്യും തോറും കൂടുതൽ അയോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? പറയേ, ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ലോനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റ്വാൾ ഡൈലൂഷൻ ലോ എന്ന് പറയുന്നത്. കഴിഞ്ഞ പോലെ പഠിക്കണ്ട, പേരായിട്ടൊന്നും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മാഷ്. വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്ത് ചെയ്യുന്നു? വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്ത് ചെയ്യുന്നു? ഡൈലൂട്ട് ചെയ്യുന്നു. ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പൊ അവിടെ എന്ത് കൂടും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുമ്പോൾ നിങ്ങൾ പറയൂ, ഇപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? 20% ആണോ? ഇപ്പൊ അതിൽ നമ്മള് ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ 20% കൊണ്ട് കൂട്ടുക. എന്താ 20% എന്ന് പറയാനുള്ള കാരണം? 100 എണ്ണത്തില് 20 ഡിസോസിയേറ്റ് ചെയ്ത. അപ്പൊ എത്ര ശതമാനം? 20%. എത്ര ശതമാനം? 20. ഞാൻ ഇതിന്റെ ഡൈലൂട്ട് ചെയ്യാണെന്ന് കരുതുക. ഈ സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യണം? ഡൈലൂട്ട് ചെയ്യാണ്. ഡൈലൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്താ 30% ആക്കി. 30% ആക്കല്ല, ഡൈലൂട്ട് ചെയ്യുമ്പോ എത്ര ശതമാനം ആയി? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 30% ആയി. അപ്പൊ എത്ര അയോൺസ് വരും അവിടെ? 30 പേരിലാണ് മക്കളെ വരൂ. അപ്പൊ പറഞ്ഞേ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുമ്പോ അയോൺസിന്റെ എണ്ണം കൂടുകയോ കുറയോ? ഓർക്ക പറ. അയോൺസിന്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്താ? നമ്പർ ഓഫ് അയോൺസ് എവിടെ കൂടും? വീക്കിൽ കൂടും. സ്ട്രോങ്ങിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാ. കാരണം സ്ട്രോങ്ങിൽ ഓൾറെഡി കംപ്ലീറ്റ് എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കണം അല്ലെ? പീക്കിലെല്ലാം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാ? ഇല്ല. പീക്കിലെല്ലാം ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? വായിക്കേ അല്ലെ മാർബിളെ? കോൺസെൻട്രേഷൻ കുറച്ചു, അല്ലെങ്കിൽ ഡൈലൂഷൻ കൂട്ടി. അപ്പൊ എന്ത് കൂടി? അതായത് കൂടുതൽ പേര് ഡിസോസിയേറ്റ് ചെയ്തു. കൂടുതൽ എന്തുണ്ടായി? കൂടുതൽ അയോൺസ് വരുമ്പോ സ്വാഭാവികമായിട്ടും ആ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യണം? കൂടണം. മോർ അയോൺസ് വന്ന് വിട്ടേക്കാണ് അല്ലെ? അപ്പൊ കുറച്ചുകൂടെ വേഗത്തിൽ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ സംഭവിക്കും. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ സ്ട്രോങ്ങിന്റെ റീസൺ ആണോ വീക്കിൽ വരണേ? അല്ല. സ്ട്രോങ്ങിന്റെ റീസൺ എന്തായിരുന്നു? സ്ട്രോങ്ങിന്റെ റീസൺ ഡൈലൂട്ട് ചെയ്യും തോറും അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ പറയൂ, അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കുറച്ചുകൂടെ എന്താവും? ഫ്രീ ആവും. അപ്പൊ അവിടെ കണ്ടക്ടിവിറ്റി എന്താ? കൂടി. മൊബിലിറ്റി സ്പീഡ് കൂടി, കണ്ടക്ടിവിറ്റി കൂടി. വീക്കിൽ എന്താ പറയണേ? വീക്കിൽ എന്താ പറയണേ? നമ്മൾ ഡൈലൂട്ട് ചെയ്യും തോറും എന്ത് കൂടി? ഡിസോസിയേറ്റ് ചെയ്യുന്ന അയോൺസിന്റെ എണ്ണം കൂടി, നമ്പർ ഓഫ് അയോൺസ് ഓവറോൾ കൂടി. അപ്പൊ എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി കുറച്ചുകൂടെ കൂടും. അപ്പൊ സ്ട്രോങ്ങിന്റെയും വീക്കിന്റെയും തമ്മിലുള്ള വ്യത്യാസം 2 വ്യത്യാസം. ഒന്ന് ഗ്രാഫിന്റെ ഷേപ്പിന്റെ വ്യത്യാസം. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആണ്, മറ്റേത് എന്താ? കർവ് ആണ്. രണ്ടാമത്തെ വ്യത്യാസം എന്തായിരുന്നു? റീസൺ. സ്ട്രോങ്ങിന്റെ റീസൺ അല്ല ആർക്ക്. എന്നാ രണ്ടിന്റെയും ട്രെൻഡ് എന്താ? രണ്ടെണ്ണത്തിനും കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടെ തന്നെയാണ് ചെയ്യുക. അപ്പൊ വീക്കിന്റെ റീസൺ എഴുതാം. വീക്കിന്റെ റീസൺ എഴുതി കറക്റ്റ് ആയിട്ട് എന്താ? ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. വീക്കിന്റെ റീസൺ എഴുതുക. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് the degree of dissociation is very small. For weak electrolytes, the degree of dissociation is very small in lower concentrations. The degree of dissociation is very small for lower concentration. For lower concentration. Okay, lower concentration. Lower concentration. That is concentration. എന്താണ്? ലോവർ കോൺസെൻട്രേഷനിലാണോ? കോൺസെൻട്രേഷൻ നോക്കിയേ. കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോഴാണ് എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുക. നമ്മൾ എന്താ എഴുതിയത്? ഫോർ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് വെരി സ്മോൾ. എപ്പോഴായിരിക്കും? ഹയർ കോൺസെൻട്രേഷൻ അല്ലേ വരിക. ഇവിടെ ശ്രദ്ധിച്ചേ, കോൺസെൻട്രേഷൻ കുറയുമ്പോഴാണ് എന്ത് കൂടുക എന്ന് പറഞ്ഞത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുക എന്ന് പറഞ്ഞത്. ഇപ്പൊ കോൺസെൻട്രേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യാൻ എഴുതി? നമ്മൾ സ്മോൾ എന്നല്ലേ എഴുതിയേ. അപ്പൊ ആൽഫ പറയുമ്പോൾ കോൺസെൻട്രേഷൻ എന്താ? കൂടുതലായിരിക്കും. ഇവിടെ തെറ്റി പറഞ്ഞാണ്. എന്താ എഴുതിയത്? ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് വെരി സ്മോൾ ഇൻ ദയർ എന്താ ഹയർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ. സജയ്ക്ക് മനസ്സിലായ? കൺഫ്യൂഷൻ ഉണ്ടോ? പെട്ടെന്ന് തെറ്റി പറഞ്ഞു. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ ആൽഫ എന്താ? കൂടുതൽ. നമ്മളിപ്പോ എന്താ എഴുതിയത്? ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ്
ഈസ് എന്താ എഴുതിയ ഈസ് സ്മോൾ, അപ്പൊ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അത്ര എഴുതിയുള്ളൂ. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഫോർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് വെരി സ്മോൾ ഇൻ ദയർ, പറയൂ, ഇൻ ദയർ ഹയർ കോൺസെൻട്രേഷൻ. ഇനി എഴുത് എന്താ? ഓൺ ഡൈല്യൂഷൻ. ഇനി എഴുത ഓൺ ഡൈല്യൂഷൻ. ഓൺ ഡൈല്യൂഷൻ ബ്രാക്കറ്റിൽ എന്താ? ബ്രാക്കറ്റിൽ എന്തായിരിക്കും? എന്ത് കോൺസെൻട്രേഷനാ? ലോവർ കോൺസെൻട്രേഷൻ. ഓൺ ഡൈല്യൂഷൻ ബ്രാക്കറ്റിൽ ലോവർ കോൺസെൻട്രേഷൻ, ബ്രാക്കറ്റിൽ ലോവർ കോൺസെൻട്രേഷൻ. ഓൺ ഡൈല്യൂഷൻ ബ്രാക്കറ്റിൽ ലോവർ കോൺസെൻട്രേഷൻ. എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക പറഞ്ഞേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മുകളിലേക്ക് എന്താ അറിയോ? increases. Degree of dissociation increases. For lower concentration, degree of dissociation increases. For lower concentration, degree of dissociation increases. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? Number of ions increases. Number of ions increases. Number of ions increases. Number of ion. അപ്പോൾ എന്ത് കൂടും? സ്വാഭാവികമായിട്ടും മോളാർ കണ്ടക്ടിവിറ്റി കൂടും. മോളാർ കണ്ടക്ടിവിറ്റി കൂടും. കോമഡിറ്റ് എഴുതുക. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ചെറിയൊരു ടോപ്പിക് ആയിട്ടുള്ള ഈ ഭാഗം മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺട്രാക്ഷൻസിലെ കണക്കുകൾ കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? എടുത്ത് അവസാനിപ്പിക്കാം. പിന്നെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്താണ് ഈ പറയുന്ന ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? കോൾറാഷ്യസ് ലോ. എഴുതി വെച്ചപ്പോ കോൾറാഷ്യസ് ലോ. കോൾറാഷ്യസ് ലോയോ കോൾറാഷ്യസ് ലോയോ ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഇൻഡിപെൻഡന്റ് സംസാരിക്കണേ സൈഡായിരിക്കും. ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. വീണ്ടും സംസാരിക്കണം. ഒന്ന് സൈലന്റ് ആയിരുന്നേ. ഞാൻ ആരും സംസാരിക്കണ്ട കേട്ടോ. ആരും സംസാരിക്കണ്ട. ഒന്നും പറയാം. ബോർഡിലേക്ക് തിരിയുമ്പോ സംസാരിക്കണ്ടോ? വെറുതെ സംസാരിക്കുമ്പോ ഒന്നും പറയണ്ടല്ലോ. ഹെഡിങ് എടുക്കുക. കോൾറാഷ്യസ് ലോയോ ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ശ്രദ്ധിക്കുക. അപ്പൊ അതൊന്ന് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. വളരെ എളുപ്പമാണ്. കണക്ക് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കണം മാത്രം. കോൾറാഷ്യസ് ലോയിൽ പറയുന്ന കാര്യം ഇതാണ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എഴുതാവുന്നത് NaCl എന്ന് പറയുന്ന ഒരു എന്ത് ഇലക്ട്രോലൈറ്റ്. ഏതാ? NaCl. NaClന്റെ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റിംഗ് പറയൂ. എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ദ മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വെൻ കോൺസെൻട്രേഷൻ ഈസ് 0 ഓർ ഇൻഫിനൈറ്റ് ഡൈല്യൂഷൻ. ഓക്കെ. അപ്പൊ NaCl മോളില് മാർഷ് എന്തിടണം? അപ്പൊ എന്തിടണം? 0 ഇടണം. എന്തിടണം? 0 ഇടണം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് is equal to the sum of, sum എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്ലസ് വരും. sum of limiting molar conductivities of its anion and cation. അതിന്റെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസിന്റെ എന്ത് സമ്മിനോട് ഈക്വൽ ആയിരിക്കും പറയുന്നത്. അതിന്റെ ബാലൻസിങ്ങിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് എഴുതി നോക്കാൻ സ്റ്റേറ്റ്മെന്റിലില്ല. ശ്രദ്ധിക്കും. അപ്പോ ഇതിലുള്ള അയോൺസ് ആരൊക്കെയാ പറഞ്ഞേ? NaCl അയോൺസ് ആരൊക്കെയാ? Na പ്ലസും Cl മൈനസും. Na പ്ലസും Cl മൈനസും. കുഴപ്പമില്ലല്ലോ. Na പ്ലസും Cl മൈനസും ആണ് എന്ത് ഇതിലുള്ള അയോൺസ്. കാറ്റയോണിന്റെയും ആനയോണിന്റെയും എന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ പറഞ്ഞേ? കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ എന്ത് സമ്മായിരിക്കും ആരുടെ? ഇലക്ട്രോലൈറ്റിന്റെ എന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ലാംഡ Na പ്ലസ്. ഇതെന്താ? ഈ ഇലക്ട്രോലൈറ്റിലുള്ള കാറ്റയോൺ. എതിർപ്പില്ലല്ലോ. മുകളിൽ എന്തിടണം? പറയൂ. മുകളിൽ എന്തിടണം? 0 ഇടണം. പിന്നെ എന്താ എഴുതണ്ടേ? പറഞ്ഞേ. ലാംഡ ആര്? Cl മൈനസ്. മുകളിൽ എന്തിടണം? 0. ഇതൊന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാം. നമുക്ക് എന്താ?
the limiting molar conductivity of ആര് electrolyte അല്ലേ? The limiting molar conductivity of electrolyte is equal to the ആരാ? Sum of limiting molar conductivity of ആര് cation and limiting molar conductivity of ആര് anion. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് പറയുന്നത്, കോൾറാഷസ് ലോയിൽ പറയുന്നത്. അത് ഏത് ഇലക്ട്രോലൈറ്റിന്റെ ആയിക്കോട്ടെ, വീക്കിന്റെ ആയിക്കോട്ടെ, സ്ട്രോങ്ങിന്റെ ആയിക്കോട്ടെ, ഇങ്ങനെ പറയാം. ഇത് എഴുതുന്നത് കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ്. അല്ല നിങ്ങൾക്ക് ഞാൻ എഴുതിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാലും മതി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ദ ലിമിറ്റിംഗ് മോളാർ സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്താണ് സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ. അത് മതി, കുഴപ്പമില്ലല്ലോ, വേറെ പഠിക്കണമെന്നില്ല. പക്ഷെ കുറച്ചുകൂടെ നല്ല സ്റ്റേറ്റ്മെന്റ് എഴുതിയത് ഐഡിയ മനസ്സിലായ. അപ്പൊ ഇനി വേറെ ഒരെണ്ണം നോക്കാം. ശ്രദ്ധിച്ച് ഒരെണ്ണം നോക്കാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാൽസ്യം ക്ലോറൈഡ് കാണണം കരുതാം. എങ്ങനെ ചെയ്യാം പറഞ്ഞു. ഇതിലത്തെ കാറ്റയോൺ ആരാ? എത്ര കാറ്റയോൺ ഉണ്ട് ഇതില്? CaCl2 സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ എന്താ വരിക? Ca2+ഉം പിന്നെ Cl2 മൈനസ് Cl മൈനസ് എത്ര Cl മൈനസ്? 2 Cl മൈനസ് അല്ലടാ വരിക, ആണോ? ഇങ്ങനെയല്ലേ കണക്ഷൻ? CaCl2 2 പ്ലസിനെ ബാലൻസ് ചെയ്യാൻ എത്ര ക്ലോറിൻ? 2 ക്ലോറിൻ 2 മൈനസ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ സം ഓഫ് പറയൂ ഇങ്ങനെ കാണാം. ആദ്യം എന്താണ് വാഷ് എന്തിട്ടു? പ്ലസ് ഇട്ടു. ആരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആദ്യം? കാറ്റയോൺ. ആരാ കാറ്റയോൺ? Ca2+. അപ്പൊ എന്ത് എഴുതാം പറഞ്ഞു? ലാംഡ Ca2+0. അത് 0 ആണ് മുകളിൽ. കാരണം എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഇനി എന്താ പറയാ? ഇനി എന്താ നോക്കണ്ടേ? ആനയോൺ. ആനയോൺ എന്ന് പറയുമ്പോ എത്ര ആനയോൺ ഉണ്ട് ഇവിടെ? 2 Cl മൈനസ് ഉണ്ട്. വെറുതാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ എഴുതാം അല്ലെ വേണമെങ്കിൽ. Cl മൈനസ് 0 പ്ലസ് Cl മൈനസ് 0. കറക്റ്റ് അല്ലേ? അതിലുള്ള എല്ലാ കാറ്റയോൺസിന്റെയും ആനയോൺസിന്റെയും എന്താ എഴുതണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ് എഴുതേണ്ടത്. അത് രണ്ടെണ്ണമായിട്ട് എഴുതുന്ന പേരെ മുന്നിൽ എന്തിട്ട് കൊടുത്താൽ മതി? ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് അല്ലേ? Limiting molar conductivity of calcium chloride is the sum of limiting molar conductivity of cation Ca2+ limiting molar conductivity of anion. എന്താ 2? എത്ര ആനയോൺ ഉണ്ട്? എത്ര ആനയോൺ ഉണ്ട്? 2. ആ നമ്പറോടെ വരും. ഇവിടെ കിട്ടിയാ കുഴപ്പമില്ലല്ലോ. കറക്റ്റ് ആണോ? ഇത് വീക്കിന് മാത്രമാണോ? ഈ സ്റ്റേറ്റ്മെന്റ് വീക്കിന് മാത്രമാണോ? അല്ല, എല്ലാ ഇലക്ട്രോലൈറ്റിനും ഉപയോഗിക്കാം. ഇത് വെച്ചിട്ടേ പക്ഷെ നമുക്ക് എന്തിന്റെ കാണാൻ പറ്റുള്ളൂ? ആരെ കാണാൻ പറ്റുള്ളൂ? സ്ട്രോങ്ങിന്റെ കാണാൻ ഇത് വേണം. സ്ട്രോങ് എങ്ങനെ കാണാം? ഗ്രാഫിക്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇന്നലെ ചെയ്ത പോലെ സ്ട്രെയിറ്റ് ലൈൻ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ മതി. ലോ ആവശ്യമാർക്കാം, പക്ഷെ ലോ എവിടെയൊക്കെ അപ്ലിക്കബിൾ ആണ്? സ്ട്രോങ്ങിലും വീക്കിലും. പറയൂ, സ്ട്രോങ്ങിലും വീക്കിലും അപ്ലിക്കബിൾ ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഭംഗിയായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ച് നാളേക്ക് വരുമ്പോ അത് പഠിക്കണം. അപ്പൊ നാളേക്ക് പഠിക്കാനുള്ള സാധനങ്ങള് ഇവിടേക്ക് ആഡ് ചെയ്യാം അല്ലെ? നാളേക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? എടുത്ത് റീസൺ ഓഫ് സ്ട്രോങ്ങിന്റെ ഡീറ്റെയിൽസ് അല്ലെ? ഡീറ്റെയിൽസ് ഓഫ് സ്ട്രോങ്, പിന്നെ ഗ്രാഫ്, ഷേപ്പ്, ഇക്വേഷൻ, അതൊക്കെ കേട്ടോ. ഗ്രാഫ്, ഷേപ്പ്, ഇക്വേഷൻ ഒക്കെ. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് എന്ത്? വീക്ക് കേട്ടാ. മുഴുവൻ കാര്യങ്ങളും കേട്ടാ. ഗ്രാഫ്, ഷേപ്പ്, ഇക്വേഷൻ ഇല്ല അവിടെ. പിന്നെന്താ? റീസൺ ആരൊക്കെ? സ്ട്രോങ് ആൻഡ് വീക്ക്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോൾറാഷസ് എഴുതി തരും, അത് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോൾറാഷസ് ലോ, ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തേ. കോൾറാഷസ് ലോ states that the molar conductivity of an electrolyte, ഏത് മോളാർ കണ്ടക്ടിവിറ്റി? ലിമിറ്റിംഗ് എന്നാണ് എഴുതേണ്ടത്. അതിന് പകരം ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എവിടെ? അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ. ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ. എഴുതിയ അത്ര എഴുതിയതിന്റെ അർത്ഥം എന്താ? അത്ര എഴുതിയ വാക്ക് അതിന് പകരം ഒരു വാക്ക് പറയാം. എന്താ പറഞ്ഞേ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതി വെച്ചാണ്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. എന്താ നമ്മൾ പറഞ്ഞേ? ഇവിടെ എന്താ കാണാനുള്ളത്? ഈസ്
equal to is equal to the എന്താ നടക്കിൽ എന്താ is equal to the sum is equal to the sum of the is equal to the sum of the is equal to the sum of the molar conductivities of molar conductivities of ആരൊക്കെയാ molar conductivities of anions and cations. molar conductivities of sum എന്ന് പറഞ്ഞില്ലേ നമ്മൾ sum of the molar conductivities of ആരാണ് anion and cation. വെറുതെ anion and cation അല്ല, എന്താ anion and cation എവിടെ limiting at infinite dilution. Infinite dilution എന്ന് പറഞ്ഞാൽ ഏത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് പറയൂ മനസ്സിലുണ്ടോ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എതിർപ്പില്ലല്ലോ, കറക്റ്റ് അല്ലേ? സംശയമുണ്ടോ? എന്റെ അയറിനെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? ഇല്ല. പിന്നെ ക്ലിയർ കറക്റ്റ് അല്ലേ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് എന്ന് ഭംഗിയായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാൽ എന്ത് വായിച്ചേ? എന്താ the law states that the molar conductivity of an electrolyte at infinite dilution is equal to the sum of the molar conductivities of anions and cations at infinite dilution. അവിടെ തന്നെ പറയാം കേട്ടോ. ജസ്റ്റ് ആറ്റോൺ ആൻഡ് കാറ്റോൺ പറഞ്ഞ പോലെ anions and cation at infinite dilution. അറ്റ് ഓൺ ഓഫ് എന്തെങ്കിലും ചോദിക്കാം. ഇവിടെ കിട്ടിയാ പറഞ്ഞ കാര്യം ശരിയായിരിക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞേ എന്താ ക്വാഡ്രാഷൻസ് ലോ? The law states that the molar conductivities of an electrolyte at infinite dilution is equal to the sum of the molar conductivities of the anion and cation at infinite dilution. കുഴപ്പമില്ലല്ലോ. പക്ഷെ പറയുമ്പോ ഒന്ന് പറഞ്ഞോട്ടാ, മാർക്ക് പോകത്ര നേരം മതി. ഒന്നുകൂടെ പറഞ്ഞേ എന്താ മോളാർ conductivity of an electrolyte is equal to the sum of molar conductivity of anion and cation at infinite dilution. ഇനി ആ NaCl-ന്റെയും CaCl2-ന്റെയും ഇക്വേഷൻസ് എഴുതി വെച്ചേ തൊട്ട് താഴെ മനസ്സിലാവാൻ. NaCl2-ന്റെയും CaCl2-ന്റെയും ഒക്കെ NaCl-ന്റെയും CaCl2-ന്റെയും ഒക്കെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അറിയായിട്ടുള്ള കണക്ട് ചെയ്യണോ അതോ ചോദ്യം ചോദിക്കണോ? ചോദ്യം ചോദിക്കാം അല്ലേ? ചോദിക്കണം, എല്ലാവരും ചോദിക്കണം. ഇന്ന് ചോദിക്കുന്നത് നിൽക്കാൻ സമയമില്ല. ഇന്ന് ചോദിച്ചു കിട്ടാത്തവർക്ക് പെട്ടയാണ് കേട്ടാ. ഇത് എഴുതി കഴിഞ്ഞൊന്ന് വായിച്ചു ചോദിക്കും. വായിച്ചു ചോദിക്കുക. ഒരു 5 മിനിറ്റ് വായിക്കാൻ തരാം. വായിച്ചു ചോദിക്കാം. ഒന്നുമില്ല, ആകെ ചെറിയ കാര്യം. ഫീസ് ക്ലിയർ ചെയ്യാനുള്ള ഫീസിന്റെ അടക്കാനുള്ളത് അടച്ചോ? ഇന്നലെ അടച്ചോ? ഇന്നലെ രാത്രി അടയ്ക്കാം. ഇന്നലെ അടച്ചെന്ന് പറഞ്ഞു. ഇന്നലെ അടച്ചെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അടയ്ക്കണം. സഞ്ജയ് അടച്ചു. കാർത്തിക് അടച്ചോ? ഇന്ന് രാത്രി അടയ്ക്കാം. അശ്വിൻ അടച്ചു അല്ലേ? ഇത് അടച്ചു. ക്ലിയർ ചെയ്താ
റെസീറ്റ് ഇട്ടാ പക്ഷെ റെസീറ്റ് ഇട്ടാ ക്ലാസ് ആയിരുന്നു റെസീറ്റ് ഇട്ടു അത് ക്ലിയർ ചെയ്യണമല്ലോ. അത് 1000 ഇന്ന് ക്ലിയർ ചെയ്തു. ഷെറിന് അയച്ചാൽ റെസീറ്റ് ഇട്ടില്ലേ പക്ഷെ മാർവല് ഒന്ന് ക്ലിയർ ചെയ്യൂ. അയച്ചണ്ടാ പറഞ്ഞോളൂ. അപ്പൊ ആള് ക്ലിയർ ചെയ്തോ? ഫീസ് പുതിയ ആള് അക്ഷയല്ല നികിത. നികിതേനെ നികിതയല്ലേ പേര് അവളുടെ? അല്ല അവളുടെ പേര് അക്സാന്നാന്ന് തോന്നുന്നു അല്ലേ? ആ സോറി അക്സ ഫീസ് ക്ലിയർ ചെയ്തോ? ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ അടച്ചല്ലേ? റെസീറ്റ് ഇട്ടാ പക്ഷെ അറിയോ? നമ്മളുടെ പേര് ഫീസ് റെസീറ്റ് ഇട്ടില്ലേ? ഭാഷ റെസീറ്റ് ഇട്ടില്ലേ? അല്ലെ പേര് ആഡ് ചെയ്താ? പേര് ആഡ് ചെയ്തില്ലേ? നമ്മള് ഇന്നലെ നിന്നിട്ട് ആഡ് ചെയ്തില്ലേ? ആഡ് ചെയ്തില്ല. നിന്നോളൂട്ടാ ക്ലാസ് കഴിഞ്ഞ് അടച്ചു ഒരു ആൻലി ഫീസ് അടച്ചല്ലേ? റെസീറ്റ് ഇട്ടില്ലേ? ഭാഷ ആതിര റെസീറ്റ് ഇട്ടു. ആൻവിയുടെ ടീമിലെ ഫുഡ് ഇട്ടല്ലേ? അടച്ചു വെച്ചേ പുസ്തകം ചോദിക്കട്ടെ. അടച്ചു വെച്ചേ ഫുൾ അടച്ചു വയ്ക്കേ. ഫുൾ അടച്ചു വെച്ചേ. ആ പേനൊന്നും വെക്കണ്ട. ഫുൾ അടച്ചു വയ്ക്കുക. ആകെ 4 വരിയിലാണ് പഠിക്കേണ്ടത്. അതിന് കുറെ പേന വെച്ച് നോക്കി അടയ്ക്കോ പുസ്തകം അടയ്ക്കോ. പുസ്തകം അടയ്ക്കാത്തോടെ ചോദിക്കാം. പ്രശ്നം കഴിച്ചില്ല. ഞാൻ അടയ്ക്കാറുള്ളേ. ആ പറഞ്ഞേ ജിൻബിയെ പറഞ്ഞേ എന്താണ് ഇന്ന് ഹൗ ലാംഡ എം ചേഞ്ച് വിത്ത് കോൺസെൻട്രേഷൻ ഒന്ന് പറഞ്ഞേ. ലാംഡ എം എങ്ങനെയാണ് കോൺസെൻട്രേഷൻ അനുസരിച്ച് മാറണേ? ഹൗ ലാംഡ എം ചേഞ്ച് വിത്ത് കോൺസെൻട്രേഷൻ പറഞ്ഞു കൊടുക്കല്ലേ? ആ ചേഞ്ച് വിത്ത് കോൺസെൻട്രേഷൻ ഉത്തരം എഴുതിയിട്ടുണ്ട് അവിടെ അല്ലോ? പറഞ്ഞോ. ഉത്തരം സംസാരിച്ച കാര്യമല്ലേ? എങ്ങനെയാണല്ലോ? അങ്ങനെയല്ല. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ലാംഡ എമ്മിന് എന്താ സംഭവിക്കുക? അത് പറഞ്ഞാൽ സ്ട്രോങ്ങിനോ വീക്കനോ അത് രണ്ട് സെയിം ആണല്ലോ. ആ കറക്റ്റ് അല്ലേ പറഞ്ഞത്? ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഞാൻ ആരെ കുറിച്ച് സംബന്ധിച്ചാണ് എവിടെ പറഞ്ഞു? കാറ്റോണ്ട് പറഞ്ഞ അനേടൊന്ന് പറഞ്ഞ അല്ല അയറിന്റെ തുറന്നിരിക്കില്ല ഇവിടെ. അയരി പറഞ്ഞേ റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റി സെൽ കോൺസ്റ്റന്റ് തമ്മിലുള്ള ഇക്വേഷൻ എന്താ? K into L by I അല്ല വേർഡ്സിൽ പറഞ്ഞേ. റെസിസ്റ്റൻസ് സെൽ കോൺസ്റ്റന്റ് എന്താന്നല്ല ചോദിച്ചേ. റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയും സെൽ കോൺസ്റ്റന്റ് തമ്മിലുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ല. നടിയാട്ടായിരുന്നേ. നാളെ നിർത്തും ഒരു വിഷയം. പറയേ എന്താ പഠിക്കാണ്ട് പോന്നപ്പോ? അടുത്ത ആള് പറഞ്ഞേ. ഏതാ? പെട്ടു ഇന്ന് അടിയാ കേട്ടോ. ഇന്ന് എക്സ്ക്യൂസ് ഇല്ല. ജസീം പറഞ്ഞേ എന്താ ഇക്വേഷൻ? റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റി സെൽ കോൺസ്റ്റന്റ് തമ്മിലുള്ള ഇക്വേഷൻ പറയൂ. ഇതൊക്കെ ലാംഡ റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയും സെൽ കോൺസ്റ്റന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ റെസിസ്റ്റൻസ് ഇൻറ്റു ഈക്വൽ ടു എന്താ? സെൽ കോൺസ്റ്റന്റ് ഇരിക്കും. അവിടെ പറഞ്ഞേ ലെവിനോട് എന്ത് ചോദിക്കുകയാണല്ലേ? എന്ന് വെറുതെ വിട്ടിരിക്കും. ഭവിഷ്യനോട് പിന്നെ അന്ന് വിട്ടിട്ട് ചോദിച്ചിട്ട് ലാംഡ എമ്മിന്റെ ഇക്വേഷൻ പറഞ്ഞേ. is equal to lambda m equal to k into എന്താ? അറിയില്ലേ? k into ആദ്യത്തെ പറഞ്ഞു കൊടുക്കല്ലേ? k into നടിയേണ്ട ക്വസ്റ്റ്യനാ. ശരിയാ പഠിച്ചോ പറഞ്ഞ പറഞ്ഞോ കുഴപ്പമില്ല. k into എന്താ? അല്ലെങ്കിൽ ആരെയും ഇക്വേഷൻ പറഞ്ഞോ? ലാംഡ എം 1000 k into 1000
ബൈ ഒക്കെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ബൈ എന്താ? ബൈ എം. വി എവിടെയാ? കെ ഇൻറ്റു എന്താ? ശരി, കെ ഇൻറ്റു വി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ലിമിറ്റിംഗ് വാല്യൂ maximum limiting value of എന്താ? പഠിച്ചിട്ട് പറയുന്ന വേറെ സമയം പോണു. ഒരെണ്ണം കിട്ടിയ ആളോട്ട് കറക്റ്റത് നാട്ടുകഥ പറയാൻ പേപ്പറാ. പഠിച്ചിട്ടില്ല എന്ന് പറയില്ല, ശരിക്കും പഠിച്ചിട്ടില്ല, സമയം എടുത്ത് പഠിച്ചിട്ടില്ല. ബാക്കി ഒരു സൈഡിലായിരുന്നേ. ആ മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ എപ്പോഴാണ്? അപ്പുറത്തിപ്പുറത്ത് 0 എന്ന് പറഞ്ഞ ഇങ്ങോട്ട് കേൾക്കണ്ട ലിസ്റ്റോ നിനക്ക് കേൾക്കണ്ടില്ലേ? ഇല്ല അതിന് ശരിയല്ലേ? 0 എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കേൾക്കണ്ട്, അവള് കേൾക്കില്ല. കോൺസെൻട്രേഷൻ എത്ര? 0. പഠിച്ചിട്ടില്ല, ശരി പഠിച്ചിട്ടില്ല. ഞാനാ പറയുന്നേ, മാനുവൽ പറയണ്ട. എന്താ പറഞ്ഞേ? സെൽ കോൺസ്റ്റന്റ് എന്താ? സെൽ കോൺസ്റ്റന്റ് എന്ത് റിലേഷനാ? റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇരിക്കോ? അല്ലെങ്കിൽ അജയ് പറഞ്ഞേ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയും സെൽ കോൺസ്റ്റന്റ് തമ്മിലുള്ള ഇക്വേഷൻ R into K equal kappa. R into kappa equal to L by M. Very good. അപ്പുറത്ത് പറഞ്ഞേ അഭിഷേക്. അഭിഷേക് അല്ലേ? അഭിഷേക് പറഞ്ഞ അഭിഷേക് ലാംഡ എന്ന ഇക്വേഷൻ പറഞ്ഞേ. K into വോളിയം. ഓക്കെ, വേറെ കൂടെ പറഞ്ഞേ K into 1000 by M. വെരി ഗുഡ്. ആൺകുട്ടികൾ പാരഡീസിന്റെ ഒക്കെ പഠിച്ചു വന്നത്. അക്ഷയ് എന്ന് പറഞ്ഞ അക്ഷയ് ലീവ് ആയിരുന്നു. ആഷ്ലി പറഞ്ഞ ആഷ്ലി എന്താണ് ലാംഡ? എന്താ ലാംഡ M0? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതെന്താ? മാക്സിമം വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വെൻ കോൺസെൻട്രേഷൻ ഈസ് 0. അല്ലെങ്കിൽ ഡൈലൂഷൻ എന്താണ്? ഇൻഫിനിറ്റ് ആവും അല്ലെ? ഇവിടുന്ന് ആരാ പറയണേ? റാഫേൽ പറയണ്ട. പറഞ്ഞ റാഫേലെ എന്താണ്? ഹൗ ലാംഡ എം ചേഞ്ച് വിത്ത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും എപ്പോ? ആയിഷ പറഞ്ഞ ആയിഷിനെ ഉറപ്പായി ചോദിക്കുന്നു അല്ലേ? ഇന്നലെ ഇവരോടായിരുന്നു 2 ദിവസം ഇവന്റെ വെക്കിട്ടായിരുന്നു, എന്റെ വെക്കിട്ടായിരുന്നു. പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. സ്പെഷ്യൽ ഓഫർ. ചോദിച്ചോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ? ഇരിക്കടാ. അല്ലെങ്കിൽ ഒരു കേസ് കൂടെ പറഞ്ഞേ M equal to K kappa into 1000 by M. ഈ M എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ. അയ്യോ ഇനി എണീക്കുന്നോ? ചേച്ചി കണ്ടിട്ട് ചേരാണ്ട് പോലെന്നാ ചിട്ടപ്പിള്ളേ. ബിസിനസ് നോക്കണ്ടേ? അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടി ഓടുന്ന പിള്ളേര്. ഞാനാച്ചാ അടിക്കണ്ട ഇവിടെ ആരെങ്കിലും ഇതുവരെ അടിച്ചിട്ടാ? കഴിഞ്ഞ കൊല്ലം അടിച്ചിട്ട് എപ്പോ? കഴിഞ്ഞ കൊല്ലം അവസാനം പിള്ളേർ അടിച്ചിട്ടാ? ആലോചിക്ക്.
ഇല്ലല്ലോ. എന്താ നിങ്ങൾ പറയുന്നേ? അടിച്ചിട്ടില്ല. അവിടെ ചോദിച്ചു, ആ ബെഞ്ചെന്ന് ചോദിച്ചാ? ഇല്ല. ശ്രേയ പറഞ്ഞേ വയ്യാന്നാ. ഇപ്പൊ തരാതിന് കയറണ്ട, അവന്റെ വയ്യായിക മാറും. പറയേ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ? മോളാർ കണ്ടക്ടിവിറ്റി കേട്ടാ. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വെൻ കോൺസെൻട്രേഷൻ ഈസ് സീറോ ആൻഡ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ ഇരിക്കും. അവർ ചോദിച്ചു, ഇവിടെ ചോദിച്ചു. അൽവിന പറഞ്ഞ, അൽവിന ഇരിക്കുന്നു ഇവിടെ. പറഞ്ഞ അൽവിന എന്താണ് ലാംഡ എമ്മിന്റെ ഇക്വേഷൻ? പറഞ്ഞേ ലാംഡ എമ്മിന്റെ ഇക്വേഷൻ. കെ ഇൻറ്റു പി. കെ അല്ല, എന്താ കാപ്പ എന്നല്ലേ പറഞ്ഞേ. കാപ്പ എന്താ ഇതില്? കാപ്പ എന്താ? കണ്ടക്ടിവിറ്റി. പി എന്താ? വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് കണ്ടെയ്നിങ് 1 mole of an electrolyte അല്ലേ ഇരിക്കും. ഇത്രയും പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു ദിവസം? റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റി സെൽ കോൺസ്റ്റന്റ് തമ്മിലുള്ള ഇക്വേഷൻ എന്താ അഞ്ജന പറഞ്ഞേ? റെസിസ്റ്റൻസ് കണ്ടക്ടിവിറ്റി സെൽ കോൺസ്റ്റന്റ് R into L by A സെൽ കോൺസ്റ്റന്റ്. അത് എല്ലാവരും പഠിക്കുന്നുണ്ട്, അത് പലരും പഠിച്ചിട്ടില്ലല്ലോ. റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? L by A അല്ലേ? പറഞ്ഞ ലിഫി എന്ന് പറഞ്ഞേ എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ഇരിക്കും. അപ്പൊ ഓരോന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം. പഠിക്കണ്ടായിരുന്നേ, കറക്റ്റ് പഠിച്ചു പോരണ്ടേ? പഠിച്ചിട്ടില്ലേ? നീ പറഞ്ഞു കൊടുത്തില്ലേ രാംഡാമ കൂടുമ്പോ കോൺസെൻട്രേറ്റ് അവിടെ നിൽക്ക് കൂപ്പിൽ ശ്രദ്ധിക്കുക. അതെ, ചോദ്യം ചോദിക്കുമ്പോഴേ ടെൻഷനായിട്ട് എന്താ പറയുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിന്നാ മാഷ എന്ത് ചെയ്യാം ചോദിക്കാം. അങ്ങനെയുള്ളവര് എല്ലാവരും വേണ്ട, ബുദ്ധിമുട്ടുള്ളവര് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നും. എല്ലാരും പഠിക്കണ്ടപ്പോ വലിയ കുഴപ്പമില്ല. കോൾഡാഷസിലോ വായിച്ചു നോക്കിയേ. മനുവലിനോട് ചോദിച്ചാ? ചോദിച്ചൂല്ലേ? ആരുടെ ഒന്ന് പറഞ്ഞേ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ? ആണോ എന്ന് പറഞ്ഞിടാ? പഠിച്ചിട്ടാ ഉറപ്പാ? ലാംഡാമിന്റെ ഇക്വേഷൻ പറഞ്ഞേ. എം എന്താ മക്കളെ? കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി ഇരിക്കും. വായിച്ചു നോക്കിയോ കോൾഡാഷൻസ് ലോ? അടുത്ത എഴുതുക. എങ്ങനെയാണ് ഈ കോൾഡാഷൻസിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്? അപ്ലിക്കേഷൻസ് ഓഫ് കോൾഡാഷൻസ് ലോ. നാളേക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ.
എഴുതി പോണ്ട് അപ്ലിക്കേഷൻസ് പഠിക്കണം കേട്ടോ. അപ്ലിക്കേഷൻസ് ഓഫ് കോൾറാഷസ് ലോ. 2 അപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ, 1, 2. പെട്ടെന്ന് എഴുതിയട്ടെ. അപ്ലിക്കേഷൻ നമ്പർ 1, ടു കാൽക്കുലേറ്റ് lambda m0 of weak electrolyte. To calculate lambda m0 of weak electrolyte. Point 2, to calculate the degree of dissociation of weak electrolyte. To calculate the degree of dissociation of weak electrolyte. To calculate the degree of dissociation of weak electrolyte. Applications of Kohlrausch's law. To calculate the lambda m0 of ആരാണ്? weak electrolyte. പിന്നെന്താ? to calculate the degree of dissociation of ആരാ? weak electrolyte. കുഴപ്പമില്ലല്ലോ. ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാൻ പിന്നീട് എങ്ങനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിനെ കാണുന്നത് പ്രോബ്ലം വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം. എഴുതാം, താഴെ എഴുതാം. ഇത് നാളെ വരുമ്പോൾ ചെയ്ത് പഠിച്ചു കൊണ്ടുവരണം കേട്ടോ. ദ വാല്യൂസ് ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ വാല്യൂസ് ഓഫ് lambda m0 for the values of lambda m0 of NH4Cl, comma NaOH, comma NaOH, comma NaCl, comma NaCl at infinite dilution, are respectively 129.8, 248.1, 248.1 and 126.4 and 126.4 ohm raised to -1 യൂണിറ്റ് ആണ്. ohm raised to -1 സെന്റിമീറ്റർ സ്ക്വയർ mole raised to -1 ടൈമിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. കാൽക്കുലേറ്റ് നമ്മുടെ എസ്എസിലൊക്കെ ചെയ്ത പോലത്തെ ഒരു മെത്തേഡാണ്. കാൽക്കുലേറ്റ് lambda m0 ഓഫ് NH4OH. NH4OH എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? lambda m0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കൂടുതൽ ശ്രദ്ധിച്ചേ, ആരും എഴുതണ്ട, അപ്പൊ എനിക്ക് താഴെ വെച്ചേ. നമുക്കതിന് ഓൾറെഡി എത്ര ഇലക്ട്രോലൈറ്റ്? 3 ഇലക്ട്രോലൈറ്റിന്റെ എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ, അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ. 3 ഇലക്ട്രോലൈറ്റിന്റെ എന്ത് തന്നിട്ടുണ്ട്? ഇൻഫിനൈറ്റ് ഡൈലൂഷനിലുള്ള എന്ത്? lambda m0. അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണല്ലോ, എതിർപ്പില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? lambda 0 NH4Cl അല്ലെ? കോൾറാഷസ് ലോ പ്രകാരം നമുക്കറിയാം. കോൾറാഷസ് ലോ പ്രകാരം എന്താ പറയുന്നത്? the limiting molar conductivity of an electrolyte is equal to the ആരാണ്? sum of limiting molar conductivity of ആരാ? cation and പറയൂ, cation and anions. കുഴപ്പമില്ലല്ലോ. ഇതിന്റെ വാല്യൂ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എത്രയാണ് ഇതിന്റെ വാല്യൂ? 129.8. ഇക്വേഷൻ നമ്പർ 1. എതിർപ്പില്ലല്ലോ. ഇനി NaOH ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaOH കോൾറാഷസ് ലോ സ്റ്റേറ്റ് ചെയ്തേ. എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആരാ? കാറ്റയോൺ ആൻഡ് ആനയോൺസ്. അതിന്റെ വാല്യൂ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എത്രയാ? 248.1. ഇക്വേഷൻ നമ്പർ 2. പിന്നെന്താ? ഓരോടെ തന്നിട്ടുണ്ട് അല്ലെ? lambda m0 ഓഫ് ആരാ? NaCl. എന്താ? lambda 0 Na പ്ലസ് ആരാ? Cl മൈനസ് കാറ്റയോൺ ആൻഡ് ആനയോൺ. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 126.4. ഇക്വേഷൻ നമ്പർ 3. നമുക്ക് കാണേണ്ടത് എന്താ? lambda m0 ഓഫ് NH4OH ആണ് അല്ലെ? അപ്പൊ എന്താ? lambda m0 ഓഫ് NH4OH ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ വരിക? lambda 0 ഓഫ് NH4 പ്ലസ് ആരാ? lambda 0 ഓഫ് ആര്? അതിന്റെ വാല്യൂ തന്നിട്ടുണ്ടാ ഇല്ല? അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ 3 ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 മിനിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് പോണ വരില്ലേ? അവിടെ 2 മിനിറ്റ് പറഞ്ഞു, ഇവിടെ എത്തിയപ്പോ പോണാറ് നിൽക്കാൻ പറഞ്ഞു. എനിക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. പറഞ്ഞു കൊടുത്താൽ അവള് പഠിക്കില്ല. അവൾക്ക് പറഞ്ഞ കിട്ടാളെ ഗ്യാപ്പാണെങ്കിൽ കിട്ടിയവള് നന്നാവും ചിലപ്പോ. മനസ്സിലാവണ്ട?
പറഞ്ഞു കൊടുക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ് എന്ത്? പരീക്ഷയ്ക്ക് എന്ത് കാണിച്ചു കൊടുക്കുക, ഉത്തരം കാണിച്ചു കൊടുക്കുക, പിന്നെ എന്താ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നന്നാവില്ലേ? അപ്പൊ എന്താ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണ്ടേ? കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ശ്രദ്ധിക്കൂ. അപ്പൊ ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ട് ഏത് കൊണ്ടുവന്നാൽ മതി? ഈ സെക്ഷൻ കൊണ്ടുവന്നാൽ മതി അല്ലേ? കുഴപ്പമില്ലല്ലോ. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ആരുടെ വാല്യൂ ആയിരിക്കും? ലാംഡ 0 NH4OH വാല്യൂ ആയിരിക്കും. ബോർഡിൽ ശ്രദ്ധിച്ചേ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ? നമുക്ക് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ ഇതല്ലേ? ആരാവശ്യമുണ്ട് നമുക്ക്? അപ്പൊ ഈ സാധനം ആവശ്യമുള്ളതല്ലേ? ആണോ അല്ലയോ? അതെ. ഇതോ? അപ്പൊ അത് ഏത് ഇക്വേഷനിലുള്ള? ഇതിലല്ലേ? രണ്ടാമത്തെ. ഇത് രണ്ടും നമുക്ക് എന്താണ്? നമുക്ക് ആവശ്യമുള്ളതാണ്. ചോദ്യം ആക്കട്ടെ. ചോദ്യം എഴുതിയല്ലേ? അത് രണ്ടും നമുക്ക് എന്താണ്? പറയൂ. അത് രണ്ടും എന്താ? ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ അത് രണ്ടും ആഡ് ആയിട്ട് വരുമല്ലോ. വരും. പക്ഷെ അതിന്റെ കൂടെ അധികപ്പറ്റായിട്ട് ആരൊക്കെ വരും? Cl- വരും, Na+ വരും. അവരെന്നെ എന്ത് ചെയ്യണം? പറയൂ. കളയണം. അവരെ കളയാൻ പറ്റിയ ഇക്വേഷൻ ഏതാ? തേർഡ്. കാരണം Na+ഉം Cl- സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ വരുന്ന Na+ഉം Cl- എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1 + 2 - ആരാ? 3. ഇങ്ങനത്തെ ഒരു കലാപരിപാടി കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. ഏതാ? ഹെസ്സസ് ലോയിൽ നമ്മൾ ചെയ്യാറില്ലേ? ഇക്വേഷൻസ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ? അപ്പോ ഇത് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോ എന്താ വരണമെന്ന് നോക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 1ന്റെ ഈ സൈഡിൽ ആരൊക്കെ ഉണ്ട്? വായിച്ചേ. ലാംഡ 0 NH4 പ്ലസ് ലാംഡ 0 Cl-. ഇത് ഏത് പോർഷനാ? ഇക്വേഷൻ നമ്പർ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ഇനി ഏതാ? ഇക്വേഷൻ നമ്പർ 2. വായിച്ചേ. എല്ലാവരും വായിക്കടാ. ലാംഡ 0 Na+ പ്ലസ്